പ്രൈസ് ലോർഡ്. വെൽക്കം ടു പ്രൈസ് സാറ്റർഡേ. ഇന്നത്തെ ഈ ദിവസം കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്. താങ്ക് യു ജീസസ്. ഇന്ന് ഈ സമയത്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ACV ചാനലിലും പല സ്ഥലത്തും ഈ സമയത്ത് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇന്ന് വിശ്വസിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി ഈ ദിവസം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ. ഇന്നത്തെ ദിവസത്തിന് ഈ മീറ്റിങ്ങിന്റെ പേര് നമ്മൾ ലവ് അൺലിമിറ്റഡ്. And there is only one love in this world or in heaven, which is unconditional, which is unfailing, which is never ending, and that is the love of Jesus. ഒരിക്കലും നമ്മളെ കൈവിടാത്തത്, ഒരിക്കലും പരാജയപ്പെടാത്തത്, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തീരാത്തൊരു സ്നേഹം, അതിൻ്റെ യേശുവിൻ്റെ സ്നേഹം. അതുകൊണ്ട് ആ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് let us welcome Jesus. We love you Jesus. കർത്താവ്, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ശനിയാഴ്ച ദിവസം കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ദിവസം, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നിന്നെ സ്നേഹിക്കുവാനും നിന്റെ നന്മകൾ അനുഭവിക്കാനും നിന്നെ ആരാധിക്കുവാനും നിന്നോട് കൂടെ ആയിരിക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ നന്ദി യേശുവേ. ഈ സമയത്ത് കർത്താവ് ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഏത് ആഗ്രഹത്തോടെയാണോ ഇന്ന് ജോയിൻ ചെയ്യുന്നത്, എനിക്കറിയാം എൻ്റെ കർത്താവ് ഇന്ന് അത് നിരാശനാക്കി മടക്കി വിടത്തില്ല. നീ നിറയ്ക്കും, സമൃദ്ധിയാൽ നിറയ്ക്കും. കർത്താവ് ഇന്ന് അനേക ജീവിതങ്ങൾ കർത്താവ് പണിയുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് ഇന്ന് കാണുന്ന ആരും കർത്താവ് തകർച്ചയിലല്ല, ഒരു ജീവനിലേക്ക്, സമൃദ്ധിയിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിൽ നിറയുന്ന ഇപ്പോൾ തന്നെ കർത്താവ് കാണുന്ന എല്ലാ ഭവനങ്ങളിലും ഈ സ്റ്റുഡിയോയിലും കർത്താവ് ദൈവ സ്നേഹത്താൽ നിറയപ്പെടട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ രോഗികളെ സൗഖ്യമാക്കി, നീ ജനങ്ങളെ വിടുവിച്ചു. നിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി, ഈ ലോകത്തിൽ തന്നെ ധൈര്യശാലികളായി കർത്താവ് നിന്റെ സ്നേഹം അവരെ നിർത്തിയത്. അതുപോലെ തന്നെ നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവ് നിന്റെ സ്നേഹം മുഖാന്തരം ഞാൻ സകലത്തിലും ജയാളിയായിരിക്കും. I have become more than conqueror through your love Jesus, and I love you Jesus. കർത്താവിന്റെ സ്നേഹത്തിൽ I love you Jesus. കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്ന് അറിഞ്ഞുകൊണ്ട് let us confess. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് ചേർന്ന് ഏറ്റുപറയാം, I love you Jesus. I love you Jesus. കർത്താവ് നിന്റെ സ്നേഹമായി ഏറ്റവും വലുത്. Oh Jesus, I love you Father, and I love you. I love you. I love you Jesus. Thank you Father. I love കൂടെ നിൽക്കുന്ന ഈ ടോർച്ച് ബെയറേഴ്സ് എല്ലാവരും നമ്മുടെ ഇടുക്കി ഡയസിസിൽ നിന്നും ടോർച്ച് ബെയറേഴ്സ് ജോയിൻ ചെയ്തിരിക്കുക. They are going to lead us in worship.
ഹല്ലേലൂയ. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ, കർത്താവിനോട് നന്ദി പറയുമ്പോൾ, കർത്താവിന്റെ സ്നേഹം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഈ ലോകത്തെ മുഴുവൻ, ഈ അറ്റ്മോസ്ഫിയർ മുഴുവൻ നമ്മൾ ദൈവ സ്നേഹം കൊണ്ട് അങ്ങ് നിറയ്ക്കുക. ജസ്റ്റ് ഇമാജിൻ, ഓൾ ഓവർ ദ വേൾഡ്, US നിന്ന് ഓസ്ട്രേലിയ വരെ, we are filling the atmosphere with the love of Jesus. So declare, I love you, Jesus. Declare, I love you, Jesus. Declare, I love you, Jesus. And they will lead us into worship. So get ready, be filled in the love of Jesus, and you're going to see him manifest today. കർത്താവ് ഇന്ന് വെളിപ്പെടാൻ പോവാ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിന്റെ എവിടെയായിരുന്നാലും ഹല്ലേലൂയ, യേശു അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്ന എല്ലാ ജോലികളിൽ എല്ലാവരും അവരുടേതായ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും വിചാരപ്പെടുകയൊക്കെ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളുടെ എല്ലാ ഭാരവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരം മാറുമെന്ന് മാത്രമല്ല, അത് എന്നേക്കുമായി അഴിക്കപ്പെടും. ഹല്ലേലൂയ. അത്ഭുതം. എത്ര പേർ വിശ്വസിക്കുന്ന അത്ഭുതത്തിൽ? ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ അത് അനുഭവിക്കാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ ചേർന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പിൻ, സ്തുതിപ്പിൻ, എന്നും സ്തുതിച്ചിടുവിൻ യേശുരാജാധിരാജാവിനെ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. പാലിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താ വേഗം നീ വന്നിടണേ. പാലിൽ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താ വേഗം നീ വന്നിടണേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഓ കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. സന്തോഷിച്ച് കണ്ണുകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. ഓ കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താ വേഗം നീ വന്നിടണേ. കഷ്ടതകൾ ഏറും ദിനം തോറുമേ, കാന്താ വേഗം നീ വന്നിടണേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഓ ആനന്ദമേ, പരമാനന്ദമേ, സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ, പരമാനന്ദമേ, ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഓ ഈ പാതലത്തിൽ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഉള്ളമേ സ്തുതിക്കാം, നീ പറഞ്ഞേ താൻ മകൾക്ക് സ്തുതിക്കാം, സ്തുതിക്കാം. എല്ലാ തരംഗമേ അനുദിനം
നന്ദിയോടെ പാടി പുകഴ്ത്താം തരംഗമേ നന്ദിയോടെ പാടി പുകഴ്ത്താം സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ തന്റെ ദേഹവന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു തന്റെ ദേഹമെന്ന തിരശീല ചിന്തിത്തവ മോക്ഷമാർഗം തുറന്നു എൻ ഉള്ളമേ സ്തുതിക്കാം നീ പരനേ താൻ മകൾക്ക് സ്തുതിക്കാം സ്തുതിക്കാമേ നാന്തരംഗമേ അനുദിനം നന്ദിയോടെ പാടി നാന്തരംഗമേ നന്ദിയോടെ പാടി പുകഴ്ത്താം ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പെറ്റ തള്ളക്കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കോ എന്ന വാർത്തയാ പെറ്റ തള്ളകുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കോ എന്ന വാർത്തയാ ഓ ജീവപാതെന്നും ഓടും ഞാൻ താഴ്ത്തി എന്നെ തങ്കരത്തിൽ വെച്ചു ജീവപാതെന്നും ഓടും ഞാൻ ഓ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഓ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും ഓടി വരദരശേ എൻ പ്രിയ യേശുവേ ഞാനെന്നും ഓടി വരദരശേ ഗനദരേ ഓടി കമനരദരശേ ദോരബേരബനദരശേ നീ കമനരദരശേ ഗനദരേ നിങ്ങളായിരിക്കുന്നിടത്ത് ഹല്ലേലൂയ സകലതും സൃഷ്ടിച്ച മഹാദൈവം 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 ഓ ഈ യൂണിവേഴ്സ് എല്ലാം സൃഷ്ടിച്ച മഹാദൈവം അവന്റെ ഉള്ള നേരത്തിൽ നിന്നെ വെച്ചിരിക്കുന്നു നീ അമ്മയുടെ ആ വയറ്റിൽ ഉരുവാകുന്നതിന് മുൻപേ അവൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു സകലതും സൃഷ്ടിച്ച മഹാദൈവം ഇപ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന സമയം നിന്റെ ജീവിതത്തിന്റെ സാഹചര്യം മാറുന്ന സമയം ഓ നിർണായകമായ സമയം ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ സൗഖ്യങ്ങൾ വ്യാപരിക്കുക സ്വർഗത്തിന്റെ ഓ ഈ ലോകത്തിന്റെ ദൈവം പലരുടെയും ഹൃദയവും കണ്ണു കുരുടാക്കി എന്നാൽ ഈ മീറ്റിംഗ് കാണുമ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും പുത്രനെ അറിയത്തില്ല എന്നാൽ സ്വർഗത്തിന്റെ ആകർഷണം ഇന്ന് നിന്റെ ഭവനത്തിൽ ഇറങ്ങുന്ന സമയം എന്നാൽ അവന്റെ ആകർഷണം ഇറങ്ങിയാൽ പുത്രനാരാ ദൈവമാരാ നിത്യജീവൻ എവിടെ ഇത് വെളിപ്പെട്ടാലുണ്ടല്ലോ ലോകത്തിലൊന്നിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം അനാഥരായ ആടുകളെ പോലെ ഇരുന്ന നമ്മൾ അപ്പനുള്ളവരായി അപ്പാ എന്ന് വിളിക്കുന്നത് മറ്റാരെയുമല്ല, സകലതും സൃഷ്ടിച്ച മഹാദൈവത്തെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ സന്തോഷം അനുഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ. ഞാൻ വലിയൊരു സന്തോഷത്തിലാണ്. ഹല്ലേലൂയ. 2016 ഞാൻ ITI കട്ടപ്പന ITI പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല. ഹല്ലേലൂയ. യേശു ഒരു വ്യക്തിയാണ്. യേശു മഹാദൈവം തന്നെയാണ്. ഞാനിത് ആദ്യമായിട്ട് കേൾക്കുമ്പം ഹല്ലേലൂയ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഹല്ലേലൂയ. കാരണം ഇങ്ങനൊരു ദൈവം ഉണ്ടെങ്കിലും നമുക്ക് ആ ദൈവത്തെ കൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ അടുത്ത് പോകാനോ ഒന്ന് വണങ്ങാനോ പറ്റുന്നില്ല. കാരണം ഞാൻ പാപിയായ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. അപ്പം ചെറുപ്പം മുതലേ നമ്മൾ പഠിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ, നീ മാറി നിൽക്കുക, നീ ക്ലിയർ ആണോ, പോരെ. ഇതാണ് ദൈവവുമായിട്ടൊരു കോൺസെപ്റ്റ്. എൻ്റെ മനസ്സിലും അങ്ങനെ കിടക്കുന്നത്. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മാറി നിൽക്കുക, നീ ക്ലിയർ ആണെങ്കിൽ പോരെ. അപ്പം നമ്മൾ മാനസികമായിട്ട് നമ്മളങ്ങ് ഫിക്സ് ചെയ്തു, ഞാൻ കുഴപ്പക്കാരനാണ്, ഞാനിനി പോകുന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോഴേ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, യേശു അങ്ങനല്ല, യേശു സ്നേഹമാണ്. യേശു സ്നേഹം. വചനം പറയാൻ ദൈവം സ്നേഹമാണ്. ഞാനൊരു സംശയത്തിൻ്റെ പുറത്ത് ഇനി ഇങ്ങനെ ഉണ്ടോ ഒന്ന് അറിയാലോ എന്നോർത്ത് ഞാൻ ഒരു സഭയിലും പോയില്ല. ആ സമയത്ത് വീട്ടിലിരുന്ന് രാത്രി ബൈബിൾ വായിക്കുക. ഹല്ലേലൂയ. ബൈബിൾ തുറന്നത് എനിക്ക് കിട്ടിയത് ഹല്ലേലൂയ സുവിശേഷങ്ങളാണ്. ഹല്ലേലൂയ. ആ സുവിശേഷത്തിൽ ആ ബൈബിളിനകത്ത് യേശു പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് റെഡ് ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ കണ്ട് വായിക്കുമല്ലോ. അപ്പോൾ എനിക്കറിയത്തില്ല യേശു പറഞ്ഞ കാര്യമാണെന്നു റെഡ് ലൈനിൽ. അപ്പം ഞാനത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അറ്റ്മോസ്ഫിയർ മാറുന്ന എനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, ഒരു പാസ്റ്ററും പറഞ്ഞിട്ടുമില്ല. ഹല്ലേലൂയ. എങ്ങും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്നാൽ അറ്റ്മോസ്ഫിയർ മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവന് ഐ വിൽ മാനിഫെസ്റ്റ് മൈസെൽഫ്. ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അത് ഇന്ന സ്ഥലം അന്ന സ്ഥലമെന്നല്ല. എന്നെ സ്നേഹിക്കുന്നുണ്ടോ, എന്നെ അന്വേഷിക്കുന്നുണ്ടോ, എന്നെ നീ കൊതിക്കുന്നുണ്ടോ, എന്നെ നിനക്ക് ആവശ്യമുണ്ടോ, ഹല്ലേലൂയ, ഞാൻ വെളിപ്പെടും. അതാ യേശുവിൻ്റെ വാക്ക്. ഞാൻ അവളെ ആ കട്ടിലേൽ ഇരുന്നപ്പോൾ, ഞാൻ തന്നെയാകുന്നു വാതിൽ. ഞാൻ മാത്രമേ പിതാവിൻ്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളൂ. ഇന്നേ വരെ അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. വന്നവൻ ഞാനാ. എൻ്റെ അടുത്തിരുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ഹല്ലേലൂയ. യേശു പറയുന്നത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു തരുന്നത് എനിക്കറിയാം. എൻ്റെ ശരീരം മുഴുവൻ രോമമെല്ലാം അങ്ങ് എഴുന്നേക്കാൻ തുടങ്ങി. വലിയ ആദ്യമായിട്ട് അനുഭവം. കാരണം ഒന്നും അറിയത്തില്ലാത്ത ഒരാളെ പിടി സാന്നിധ്യം എന്നാന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, എനിക്ക് ശരീരം മുഴുവനും ഐസ് പോലെ എന്നേൽ എന്നെ വേർക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ലോകത്തിന്റെ നിയമമല്ല. ഹല്ലേലൂയ. ലോകത്തിന്റെ നിയമം അണ്ടർ ദ ലോയിലാണെങ്കിൽ ഹല്ലേലൂയ തണുത്തിട്ടുണ്ടേ വേർക്കത്തില്ല. എന്നാൽ ഞാൻ തണുത്ത് ഐസ് പോലെ ആയിട്ട് വേർക്കണം അല്ലെങ്കിൽ തണുക്കണം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് താഴെ നിന്നല്ല, ഇത് മേളിൽ നിന്ന്. ഹല്ലേലൂയ. അന്ന് ആ ദേവാലയത്തിന്റെ തിരശ്ശീല മേളിൽ നിന്നല്ലേ കീറിയേ, എന്ന പോലെ തന്നെ ഇത് താഴെ നിന്നല്ല മേളിൽ നിന്ന്. ഹല്ലേലൂയ. വലിയ സാന്നിധ്യം. ഞാൻ കിടന്ന് ഉറങ്ങുമ്പോഴും ഹല്ലേലൂയ ഉറങ്ങാൻ പോകുമ്പോഴും എനിക്കറിയാം, ഒരു കറണ്ട് കമ്പിയെ പിടിച്ചുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതിനൊരു കുറവുമില്ല, അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പിറ്റേ ദിവസം രാവിലെ കണ്ണ് തുറന്നപ്പോഴും അത് തന്നെ. എനിക്ക് ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ITI പോയത് ബൈബിളുമായിട്ടാണ്. അന്ന് സ്പോർട്സിൻ്റെ ഒരു സമയത്ത് ഹല്ലേലൂയ എല്ലാവരും സ്പോർട്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മേളിലത്തെ നിലയിരുന്ന് ബൈബിൾ വായിക്കുക. അപ്പോഴല്ലേ എൻ്റെ കൂടെ ഒരാളുണ്ട്, കൂടെ ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന് നിയമം പ്രശ്നമല്ലെന്നേ, അവനൊന്നും പ്രശ്നമല്ലെന്നേ. അവന് സാഹചര്യമോ നിന്റെ പണമോ നിന്റെ സൗന്ദര്യമോ ഒന്നും പ്രശ്നമല്ല. നീ ആയിരിക്കുന്നിടത്തിരുന്ന് യേശുവിനെ ഒന്ന് അന്വേഷിച്ചേ, യേശുവിനെ ഒന്ന് അന്വേഷിച്ചേ, അവനെ ഒന്ന് രുചിക്കാൻ ഒന്ന് ശ്രമിച്ചേ. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട, ഒന്ന് ശ്രമിച്ചാൽ മതി. സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് കൂടെ നിൽക്കുക. അന്ന് എമ്മാവോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവിന് വേറെ എന്നൊക്കെ പണിയുണ്ടായിരുന്നു. സ്വർഗം ഉയർത്തെഴുന്നേറ്റ് മഹാദൈവമായി രാജ്യത്വം പ്രാപിക്കാൻ പോകുന്ന യേശു ഉയർത്തെഴുന്നേറ്റ് പോയ വഴിക്ക് എമ്മാവോസിലേക്ക് പോയ ചെറിയ ശിഷ്യന്മാരെന്ന് നമ്മൾ പറയും, അല്ലേ, സാധാരണ ആളുകൾ. എന്നാൽ ഞങ്ങളോ അവൻ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് ആശിച്ചു. ആ ആശയെ കർത്താവ് കാണാതിരുന്നില്ലെന്നേ. അവരുടെ കൂടെ കിലോമീറ്റർ നടന്നു. ഹല്ലേലൂയ. അല്ലയോ മന്ദബുദ്ധികളെ, നിങ്ങൾക്ക് അറിയത്തില്ല ക്രിസ്തു കഷ്ടത സഹിച്ച് അവന് ഉയർത്തെഴുന്നേക്കുമെന്ന്. അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം വാഴ്ത്തി അപ്പം നുറുക്കിയപ്പോൾ അത് ക്രിസ്തുവാ, അത് യേശുവാ അവർക്ക് വെളിപ്പെട്ടു. അതുപോലൊരു വെളിപ്പാടാണ് എനിക്കും വന്നേ. ഹല്ലേലൂയ. എല്ലാവരും നോക്കുമ്പോൾ വെറും ശിഷ്യൻ അല്ലെ, വെറും ഒരാൾ. ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അന്ന് കർത്താവ്
ഹല്ലേലൂയ. എന്നെ എന്തിനാ തെരഞ്ഞെടുത്തത്? ഞാൻ കൊള്ളരുതാത്തവനല്ലേ? ഞാൻ പ്രശ്നക്കാരനല്ലേ? ചെറുപ്പം മുതലേ എല്ലാവരും തഴഞ്ഞിട്ടേക്കുന്നവനല്ലേ? ഹല്ലേലൂയ. എടാ, ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബുദ്ധി ഇല്ലാത്തതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ പ്രാർത്ഥനയിലോ എൻ്റെ ദാനധർമ്മത്തിലോ എൻ്റെ കർമ്മത്തിലോ ഞാൻ പ്രശംസിക്കത്തില്ല. അതുകൊണ്ടല്ല, ഇത് കൃപയാ, ഇത് കൃപയാ, ഇത് കൃപയാ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ഇന്ന് ഈ സമയം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രദർ ടോണിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർ, ഇന്ന് നിങ്ങൾ കേട്ടായിരുന്നല്ലോ, തിരിച്ച് റൂമിൽ വന്നു. റൂമിൽ ബൈബിൾ ഓപ്പൺ ചെയ്തപ്പോൾ വചനം ജീവനോടെ ഇവരുടെ അടുത്ത് വന്നു. ആ സ്നേഹം റിയലായി അന്ന് ആ റൂമിൽ നിറഞ്ഞു നിന്നു. ഇന്ന് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഏത് സ്ഥലത്താണേലും, ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പറയിപ്പിക്കാനുള്ള കാരണം, ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പറയാനുള്ള കാരണം, ഇന്ന് ആ മുറിയിൽ ഇന്ന് കേട്ട ഒരു വ്യക്തിയായിട്ടല്ല, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അത് ജീവനോടെ ആ മുറിയിൽ നിന്ന് വെളിപ്പെടാൻ പോകുക. ഇന്ന് യേശു ആ മുറിയിൽ വെളിപ്പെടുന്ന സമയമാ. ഏറ്റെടുക്കുന്നവരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒന്ന്, ഇവർ ചെയ്ത ഒറ്റൊരു കാര്യമായിരുന്നു, ആഗ്രഹിച്ചു. ഇത് സത്യമാണോ അല്ലേ? വേറെ ആഗ്രഹിച്ചു, വേറെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഒന്നും ചെയ്തില്ല. ഒന്ന് ആഗ്രഹിച്ചു, ഇങ്ങനെ ഒരു യേശു ഉണ്ട്, ആ യേശുവിനെ കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടോ? ഞാൻ യോഗ്യനല്ല. ഒരു ചോദ്യത്തിലായിരുന്നു, യോഗ്യനല്ലെന്നൊരു ചോദ്യത്തിലായിരുന്നു. യേശു തെളിയിച്ചു. കർത്താവിനാ കൊതി. ഹല്ലേലൂയ. ഇന്നും കർത്താവിന് ആ കൊതി തീർന്നിട്ടില്ല. ഇന്നും കർത്താവ് കൊതിയോടെ തന്നെ ആ കർത്താവ് വിടുവിക്കാൻ റെഡി ആയിട്ടാ. ഒന്നാ കാര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് യേശുവെന്ന് പറഞ്ഞ കർത്താവ്, ഐ ലവ് യു ജീസസ്, ഐ ലവ് യു. കർത്താവ്, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു യേശുവേ. ഓ താങ്ക് യു ജീസസ്. ഇന്ന് ഈ സാക്ഷികളൊക്കെ ഇവിടെ പറയുമ്പോൾ ഇന്ന് ഓർത്തോണം, ഞങ്ങൾ വീണ്ടും 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 ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ദൈവം സ്നേഹം തന്നെയാ. സ്നേഹം ഈ ലോകത്തിൽ രണ്ട് കാല് വെച്ച് നടന്നതാ യേശു. ഹല്ലേലൂയ. സ്നേഹം ഈ ലോകത്തിൽ വെളിപ്പെട്ടതാ യേശു. ഇന്നും വെളിപ്പെടാൻ റെഡി ആയിട്ടായിരിക്കുന്നത്. ഇന്ന് യേശുവിന്റെ ആഗ്രഹം, ഇന്ന് ഞാൻ ഇവിടെ ആരാധിക്കുമ്പോൾ, ഇന്ന് ആരാധിക്കുമ്പം പെട്ടെന്ന് എന്നോട് പരിശുദ്ധാത്മാവിനോട് പറയാം, ഐ ആം ഗ്ലാഡ്. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പറയാം, ഐ ആം ഗ്ലാഡ്. ഹല്ലേലൂയ. ഇന്ന് ഒരു വാക്ക് വിളിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിൽ അവന് ഒരു വാക്ക് വിളിക്കാനുള്ള സമയം കൊടുക്കുമ്പോൾ തന്നെ ഇന്ന് യേശു പറയുന്ന, ഐ ആം ഗ്ലാഡ്. ഞാൻ സന്തോഷിക്കുക. എൻ്റെ അധ്വാനത്തിന്റെ ഫലം കണ്ട് ഇന്ന് എൻ്റെ യേശു സന്തോഷിക്കുക. യേശു മരിച്ചതിന്റെ ഫലം കണ്ട് എൻ്റെ യേശു ആനന്ദിക്കുക. ഇന്ന് അതുകൊണ്ട് രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ഒരു ബെഡിൽ തളർന്നു കിടന്നതാണോ കേട്ടോണ്ടിരിക്കുന്നത്, ഇന്ന് നിങ്ങളുടെ അത്ഭുതത്തിന്റെ ദിവസം. യേശു ഉള്ള സ്ഥലത്ത് ആർക്കും രോഗിയായിട്ടിരിക്കാൻ സാധിക്കത്തില്ല. യേശു ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതങ്ങൾ, അവിടെ ഉയർച്ചയാ. ആമേൻ, ആമേൻ, ആമേൻ. ഇനിയും സാക്ഷികൾ നമ്മുടെ കൂടെ ഉണ്ട്. വേറെ മുമ്പോട്ട് വന്ന് ഈ വേറെ സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ജോയിൻ ചെയ്യുന്ന മുമ്പേ ഞാൻ എന്റെ അനുഭവം കേൾക്കുവായിരുന്നു. ഐ വാസ് എക്സൈറ്റഡ്. ഹല്ലേലൂയ. വേറെ അനുഭവം പറയേണ്ടതിന് കേൾക്കാൻ അനേക ആയിരങ്ങൾ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ അനുഭവം കേൾക്കുമ്പോൾ ഇന്ന് ആ ഭവനത്തിലും ചിലവരെ കർത്താവ് ചില അത്ഭുത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അതിന് ഏക തെളിവാണ് ഞങ്ങളോട് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇത്രയും ദൂരം ഓടിയോടെ വന്നത് ഒന്ന് പറയാൻ മാത്രമാ, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആ അപ്പനുമായിട്ടുള്ള ബന്ധമാണ് ഞങ്ങളിവിടെ നിർത്തിയത്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. എനിക്ക് ശരിക്കും പ്രസംഗിക്കാനോ പാട്ടുപാടാനോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, യേശുവിന്റെ മുഖത്തോട് നോക്കി ഒരു വ്യക്തിയും, ഹല്ലേലൂയ, അവൻ ഒരു നാളും രക്ഷിച്ചു പോകത്തില്ലെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ
എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ കർത്താവായിട്ടുണ്ടായ ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടർ ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി പറയാം. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 2-3 വർഷങ്ങൾക്ക് മുമ്പ് TNT ക്യാമ്പ് കുമളി നടന്ന സമയത്താണ്. ശരിക്കും അതുവരെ യേശുവായിട്ട് നല്ല ബന്ധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു ക്യാമ്പിലാണ് എൻ്റെ അപ്പനുമായിട്ടുള്ള ഒരു നെക്സ്റ്റ് ലെവൽ ഒരു ബന്ധത്തിലോട്ട് തന്നെ അന്ന് ആ ഒരൊറ്റ ക്യാമ്പിലാണ് ശരിക്കും ഞങ്ങൾക്ക് പലർക്കും പല TNTസിനും ശരിക്കും ആ ഒരു TNT ക്യാമ്പിൽ നിന്ന് ലഭിച്ച ഒരു സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടേഴ്സാണ് ഇന്നും ഇവിടെ നിൽക്കാൻ കാരണം. ഹല്ലേലൂയ. അന്ന് ഇന്ന സമയത്ത് വിനോബറുണ്ട്, നവീൻബറുണ്ട്, ഓൾമോസ്റ്റ് എല്ലാ ബ്രദേഴ്സും ഉണ്ട്. ഒരുപാട് പിള്ളേരും അന്നൊരു രാത്രി ഇന്ന് ഓർക്കുന്നു, രാത്രി സെക്കൻഡ് ഡേയിൽ രാത്രിയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹല്ലേലൂയ. എനിക്ക് ബേസിക്കലി എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ പൈലറ്റ് ആകാനുള്ള. പൈലറ്റ് ആയിട്ടില്ല, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പൈലറ്റ് ആകുന്നു. അത് പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വരികയും ചെയ്യും. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം, അന്നും ഇന്ന് എൻ്റെ ആഗ്രഹം പൈലറ്റ് ആവണമെന്ന്. അപ്പോൾ വിനോബറിനൊക്കെ എന്നെ പേഴ്സണലി അറിയാം. അപ്പോൾ വിനോബറൊക്കെ എന്നെ കാണുന്നത്, എന്നെ വിളിക്കുന്നത് എന്നെ പൈലറ്റ് എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശരിക്കും ഞാൻ ആ ഒരു എന്നാ പറയുന്നത്, ശരിക്കും ആ ആരാധന അങ്ങ് നിന്ന സമയത്ത് പ്രസൻസ് അങ്ങ് ഇറങ്ങി. അന്ന് ആ ഫസ്റ്റ് ഡേ എനിക്ക് ഉണ്ടാകുന്ന എൻകൗണ്ടർ, എന്നെ കർത്താവ് അങ്ങ് ഒരു എടുത്തോണ്ട് പോയിട്ടൊരു മലയെ കൊണ്ടങ്ങ് നിർത്തി. എടുത്തോണ്ട് പോയിട്ടൊരു മലയെ കൊണ്ട് നിർത്തിയിട്ട് ആ മലയിൽ നിന്ന് കർത്താവ് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് പറക്കം അങ്ങ് പറഞ്ഞു. ആ പറന്നു പോയ പോക്കിനെ ഞാൻ കാണുമ്പോൾ എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഫ്ലൈറ്റ് പോവുക. ഒരു ഫ്ലൈറ്റ് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ, അതിൻ്റെ ഒപ്പം ഞാനും എൻ്റെ അപ്പനും കൂടെ ചേർന്ന്, എനിക്കറിയത്തില്ല, അതായത് കർത്താവ് കൈ വിരിച്ച് നിൽക്കുന്നു. കർത്താവ് കൈ വിരിച്ച് നിൽക്കുന്ന സമയത്ത് കർത്താവിൻ്റെ അടിയിൽ ആ ഫ്ലൈറ്റിൻ്റെ ചിറക് നിൽക്കുന്ന പോലെ കർത്താവിൻ്റെ കൈ നിൽക്കുന്നു. അതിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുവാണോ എങ്ങനെ നടത്തില്ല, ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പോക്കും പോയി കഴിഞ്ഞിട്ട് പിന്നെ നേരെ കൊണ്ടുവന്ന് ഒരു മലയുടെ മണ്ട കൊണ്ട് വീണ്ടും നിർത്തിയിട്ട് ഒരു കെട്ടിപ്പിടിച്ചൊരു നിന്ന് വേണ്ട ഐ ലവ് യു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നും പറയാം സഹോദരന്മാരെ, ഇന്നും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, യേശുവാണോ നിങ്ങളുടെ കർത്താവ്? യേശുവാണോ നിങ്ങളുടെ ഫോക്കസ്? യേശുവാണോ? നിങ്ങൾ ഒരു നാൾ ലജ്ജിച്ചു പോകും. ഇന്ന് എൻ്റെ വാക്ക് കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഒന്നും മറഞ്ഞു പോകത്തില്ല, ഒന്നും അത് ഇല്ലാതായി പോകത്തില്ല. കർത്താവിൻ്റെ മുഖത്തോട് നോക്കി ധൈര്യമായിട്ട് നടന്നോ. ഇന്നല്ലേ നാളെ അത് വെളിപ്പെട്ടിരിക്കും. കാരണം വിളിച്ച ദൈവം വിശ്വസന. ഹല്ലേലൂയ. ആ നല്ല യേശു, ആ നല്ല കർത്താവിനെ അന്ന് പാടി സന്തോഷം തുള്ളിച്ചാടിയതിൻ്റെ ഒന്നും ജസ്റ്റിൻ ബേർ അന്ന് പാടി, വിനോബനൊക്കെ അറിയാം, അന്ന് പാടിയതിൻ്റെ ഒന്നും കണ്ണബേറിനൊക്കെ സത്യം പറഞ്ഞ അന്ന് ശരിക്കും എന്നായിരുന്നു വിനോബർ? സന്തോഷമാണോ? അന്ന് ഉറക്കമില്ല. മീറ്റിംഗ് കഴിഞ്ഞാലും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഈ സൗരന്മാര് അന്ന് ഈ ക്യാമ്പിന് വേണ്ടി ഓടി നടക്കുന്ന ഇവർ തന്നെയാണ്. ഇവർക്ക് ആരാധിക്കണമെന്നും ആഗ്രഹമുണ്ട്, പക്ഷേ ഇവർ തന്നെ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇവർ ടെൻറ്റിന് വെളിയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് അവരങ്ങ് ആരാധിക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ നവീൻ ബാറിൻ്റെ ഇളയ മോൻ ചൂച്ചി കണ്ട ഒരു ദർശനം, ഇവരവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ നടന്ന് ഉരുളുക. അപ്പോൾ ഇവരുള്ളുന്നതിനേക്കാൾ സ്പീഡിൽ നടുക്ക് കർത്താവ് നടന്ന് ഉരുളുന്ന ചൂച്ചി കണ്ടു. അല്ലെങ്കിൽ അന്നൊരു വലിയൊരു ഓർക്കുന്നുണ്ട്, അന്ന് ഒരു വലിയ അനുഭവം അല്ലേ? ഞങ്ങൾ വാസ്തവത്തിൽ ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തത്, അന്നത്തെ യൂത്ത് മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തത് കുമളിയിലെ എല്ലാ യൂത്തോടാണ്. അപ്പോൾ ഏകദേശം എല്ലാവരും മണി അറേഞ്ച് ചെയ്തെല്ലാം അവർ തന്നെയാണ്. അപ്പം നമ്മുടെ ഒറ്റ ആഗ്രഹമേ നമുക്കുള്ളായിരുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ ജീവിതം തകർന്നതായിരുന്നു, ഒരു ചെരുപ്പ് ഇടാനില്ലായിരുന്നു. പക്ഷേ യേശുവിൻ്റെ സ്നേഹമാണ് വിനോബർ എന്നെ പിടിച്ചു വെച്ചിരിക്കും. ഞാൻ ഹെവലി ഫീസ്റ്റ് വന്ന് ഒരിക്കലും റിച്ച് ആകാനോ അല്ലെങ്കിൽ ഒന്നും കണ്ടിട്ടല്ല. പക്ഷേ ഞാൻ വന്നത്, എനിക്കകത്തൊരു ശൂന്യതയുണ്ടായിരുന്നു, ഒരു ആർക്കും നിറയ്ക്കാൻ പറ്റത്തില്ലാത്തൊരു ശൂന്യത. അന്നേരമാണ് ഞാൻ വാസ്തവത്തിൽ ഹെവലി ഫീസ്റ്റ് കയറി വന്ന് ഈ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നത്. ആ സ്നേഹമാണ് വാസ്തവത്തിൽ ഇന്ന് ശരിക്കും എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഞങ്ങളിങ്ങനെ ചിന്തിച്ചു, ഞങ്ങളെല്ലാവരും തകർന്നവരായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹോപ്പും ഇല്ലായിരുന്നു. എല്ലാവരും ഞങ്ങളെ തള്ളിക്കളഞ്ഞായിരുന്നു. ഇന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുക, നിങ്ങളെല്ലാവരും തള്ളിക്കളഞ്ഞാണെങ്കിൽ, ഇഫ് യു റിട്ടേൺ ഓഫ്, നിങ്ങൾ എഴുതി തള്ളപ്പെട്ടവരാണ്, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് വേണ്ടി രക്തം കൊടുത്ത ഒരു യേശുവുണ്ട്. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഒരു കർത്താവുണ്ട്. നിങ്ങളെ ആരും വിലയില്ലാതായിട്ട് കണ്ടപ്പോഴും നിങ്ങളെ കുറിച്ച് മാത്രം ഓർത്ത്, നിങ്ങളെ വിലയേറിയതായിട്ട് കണ്ട്, നിങ്ങൾ മാത്രമേ ഈ ലോകത്തിലുള്ളെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വന്ന് എൻ്റെ യേശു മരിച്ചേനെ. ആ യേശുവിൻ്റെ സ്നേഹമാ വാസ്തവത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിർത്തിയിരിക്കുന്നു. We have a wonderful Jesus. നമുക്ക് പാടാം, ഒരു നല്ല കർത്താവ് നമുക്ക്. We have a Jesus. അവന്റെ സ്നേഹമാ വലുത്. അവന്റെ സ്നേഹമാ വലുത്. Oh Jesus, we love you Lord. Hallelujah. So ഞങ്ങൾ അവിടെ നിന്നപ്പം ഒറ്റ ആഗ്രഹമുള്ളൂ, കർത്താവിനെ ആരാധിക്കണം, അവന്റെ സ്നേഹത്തിൽ സോക്ക് ചെയ്തിരിക്കണം. പക്ഷെ ഞങ്ങൾക്ക് പാത്രം എടുക്കാൻ പോകണം, ഈ മേശ എടുക്കാൻ പോകണം, പിന്നെ ഇലക്ട്രിസിറ്റിയുടെ വർക്ക് നോക്കണം. ഒരു മീറ്റിംഗ് പോലും വിനോബറിനെ കൂടാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ നോക്കുമ്പം ഇടുക്കി ഡയസിസിലെ പിള്ളേരെല്ലാം, വിനോബറുണ്ട്, നവീൻ ബറുണ്ട്, റോണക് ബ്രറുണ്ട്, ഇവരെല്ലാവരും കർത്താവിനെ ആരാധിക്കുന്നു, തുള്ളിച്ചാടുന്നു, നൃത്തം ചെയ്യുന്നു. എനിക്കൊക്കെ സങ്കടം വരാൻ തുടങ്ങി.
ഞാൻ അവിടെ ഒരു മരത്തെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, കർത്താവെ ഈ മീറ്റിംഗ് മൊത്തം കോർഡിനേറ്റ് ചെയ്യുക, ഇതിൻ്റെ പുറകിൽ ഓടി നടക്കുക. പക്ഷെ കർത്താവ്, ഒരു മീറ്റിങ്ങിലെങ്കിലും നിന്റെ സാന്നിധ്യം ഒന്ന് ഇറങ്ങി ഞങ്ങളെ ഒന്ന് തൊടുവാണേൽ വി ഡോണ്ട് എനിത്തിങ്, നമുക്ക് വേറെ ഒന്നും വേണ്ട, നിന്റെ സാന്നിധ്യം മതി. അപ്പോൾ ഞാൻ ആഷിക്ക്, ഉണ്ണി, ടീനോ, ഞങ്ങൾ കുറേ സഹോദരന്മാർ ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല മീറ്റിങ്ങിനകത്ത്. ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ ആരെങ്കിലും പറയും വെള്ളം തീർന്നു, അപ്പുറത്തോട്ട് കയറുമ്പോൾ ആരെങ്കിലും പറയും ബ്രദറെ ഫുഡ് വന്ന് ഇറക്കി വെക്കണം. ഇപ്പുറത്തോട്ട് മാറുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് സ്റ്റേജിൽ പോയി നിൽക്കണ്ട, മൈക്ക് പിടിക്കണ്ട, വർഷിപ്പ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. വി നീഡ് ടു ഫിൽ ഇൻ യുവർ സ്പിരിറ്റ്. നിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞാൽ മതി, നിന്നെ ഒന്ന് പുണർന്നാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ശരിക്കും ആ മീറ്റിങ്ങിന്റെ പുറത്ത്, നവീൻ ബ്രദറിന്റെ മോനുമുണ്ട്, ആ പുറത്ത് ഞങ്ങളിങ്ങനെ കുറേ പേരിങ്ങനെ നിൽക്കുക. വിനോദറൊക്കെ ഈവനിങ് സെക്ഷനിൽ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ആഷിക്ക് പറഞ്ഞ പോലെ ഒരു വലിയ കാറ്റടിക്കുന്ന പോലെ തോന്നി, ഒരു വലിയ കൊള്ളിയാൻ മിന്നുന്ന പോലെ തോന്നി. ഞാൻ നോക്കിയപ്പോൾ ആഷിക്കിനെ കാണുന്നില്ല. ആഷിക്ക് ആ വിനോബറ മണ്ണും ചെളിയും അതിനകത്ത് കിടന്ന് ആഷിക്ക് ഉരുളുക. ഇപ്പുറത്ത് ഞാൻ നോക്കിയപ്പം ടിനോ കിടന്ന് ഉരുളുന്നു, അപ്പുറത്ത് ഉണ്ണി കിടന്ന് ഉരുളുന്നു. ഞങ്ങൾ കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ആ സ്നേഹം ഞങ്ങളെ വന്നങ്ങ് പൊതിഞ്ഞു. ഞാൻ ഒരു കാര്യം ഇന്നും പറയാം, ഈ ബിസിനസ് ചെയ്യുമ്പോഴും ഈ ലോകത്തിൽ ഓടുമ്പോഴും ഇന്ന് ഞങ്ങളെ നിർത്തിയേക്കുന്ന ആ സ്നേഹമാണ്. കാരണം നിനക്ക് വേണ്ടി ഞാനുണ്ടെന്ന് പറയുന്ന ആ സ്നേഹം നമ്മൾ വീണ്ടും നമ്മളെ കർത്താവിനെ പാടി സന്തോഷിക്കാൻ പോവാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക, നിങ്ങൾ ഏത് അവസരത്തിലാണെങ്കിലും, നിങ്ങൾ ഏത് തകർന്ന അവസ്ഥയിലാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞാൽ, നിങ്ങൾ വാസ്തവത്തിൽ യേശു വാട്ട് ഈസ് ലവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ മാറും, നിങ്ങളുടെ സകല സാഹചര്യങ്ങളും മാറും. സോ എന്നെ ഓൺലൈനിൽ കാണുന്നത് നമ്മൾ വർഷിപ്പ് ചെയ്യുമ്പം, മീറ്റിങ്ങിലോട്ട് കയറുമ്പം ആ സ്നേഹം ഇവിടെ നിറഞ്ഞു വരട്ടെ. ആ ക്രിസ്തുവിന്റെ സ്നേഹം അങ്ങ് നിറഞ്ഞു വരട്ടെ. ആ ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹം നിറഞ്ഞു വരട്ടെ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കുമായി ഏൽപ്പിച്ചു തന്ന പിതാവിന്റെ സ്നേഹം ഇവിടെ വെളിപ്പെട്ട് വരാൻ പോവാ. ആ നല്ല കർത്താവിനെ നമ്മൾ വീണ്ടും വീണ്ടും പാടി സന്തോഷിക്കാൻ പോവാ, ആരാധിക്കാൻ പോവാ. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറന്നു വരും. നിങ്ങൾ ചിന്തിക്കാത്ത നിലയിലോട്ട് നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടും. ബിക്കോസ് വി ഹാവ് എ വണ്ടർഫുൾ ജീസസ്. നമുക്കൊരു നല്ല കർത്താവുണ്ട്, അത് വേറെ ആർക്കുമില്ല. രാജാതി രാജനും കർത്താതി കർത്താതി ദേവനുമേ. രാജാതി രാജനും കർത്താതി കർത്താതി ദേവാതി ദേവനുമേ. യേശുവേ 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 യേശുവേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുവേ. സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങേ ഞാൻ വാഴ്ത്തിയിടുവേ. യേശുവേ 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 യേശുവേ. സച്ചിൻ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സ്നേഹം ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് ഇറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് പ്ലേസ് ആൻഡ് ഇൻ മെനി പ്ലേസസ്. ഇന്ന് ലവിന്റെ ഒരു എക്സ്പ്ലോഷനാ. ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് പേര് തന്നെ ലവ് അൺലിമിറ്റഡ്. ഹല്ലേലൂയ. ആമേൻ. ജസ്റ്റിൻ ഇന്നലെ എന്നോട് ഈ ലവ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞെങ്കിലും ഞാനത് മറന്നുപോയായിരുന്നേ. ഇന്ന് രാവിലെ എന്നിട്ട് ഞാനിങ്ങനെ ബൈബിള് നോക്കാൻ നേരം എൻ്റെ മനസ്സിലോട്ട് വന്നത് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വാക്കിയെടുക്കാനാണ്. ഞാനിത് മറന്നുപോയി. എന്നാലും ഞാനൊരു സംഭവം ഫോണിൽ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, നിങ്ങൾ ഈ സമയം തന്നെ ശരീരത്തിൽ ഒരു സൗഖ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ശരീരത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വാട്ട് ആർ യു എക്സ്പീരിയൻസിങ് ടുഡേ, ഷെയർ ദോസ് ടെസ്റ്റിമണി, ഷെയർ ദോസ് കമന്റ്സ്. We want to hear what our Jesus is doing because we know that Jesus is real and he is touching lives today. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ എന്താണോ ആ ഭവനത്തിൽ അനുഭവിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കർത്താവിന്റെ സ്നേഹം, അത് ഞങ്ങളെ അറിയിക്കുക. കമന്റ് ബോക്സ് ഉള്ളവർ കമന്റ് ചെയ്യുക. ബാക്കിയുള്ളവർ ഈ സമയം തന്നെ ACV ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ആ പ്രിയട്ടർ നമ്പറിൽ വിളിക്കുക. ഇന്ന് കർത്താവിന്റെ സ്നേഹത്തിന് മഴ, കർത്താവിന്റെ സ്നേഹത്തിന് ഒഴുക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ വാക്യം ഐസയാല്, the mountains may shift and the hills may be shaken but my faithful love won't shift from you. Okay, ആദ്യത്തേത്. പിന്നെ Psalm 86:15, but you my Lord are a God of compassion and mercy, you are very patient and full of faithful love. Okay, അടുത്ത, see what kind of love the Father has given to us that we should be called God's children and that is what we are. അടുത്തത് Ephesians, I ask that you will have the power to grasp love's width
and length, height and depth, together with all believers. I ask that you will know the love of Christ that is beyond knowledge. എന്ന് പറഞ്ഞാൽ എൻ്റെ തലയും കൊണ്ട് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ബുദ്ധിക്ക് കവിയുന്ന സ്നേഹം. ഭൂമിയെ കവിയുന്ന ഒരു അന്നേരം ബുദ്ധിക്ക് കഴിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം, അങ്ങനത്തെ ഒരു സ്നേഹം ഈ ഭൂമിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അല്ലേ? ഭൂമിയിൽ കാണുന്ന കാര്യം എൻ്റെ മൈൻഡിന് വിശ്വസിക്കാനല്ലേ നോളജ് ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് വരെ കാണാത്ത, എനിക്ക് മനസ്സിലാവാത്ത അത്രയും വലിയ സ്നേഹം എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മ പറയാ, ഇന്നുവരെ നമ്മൾ കാണാത്തല്ല, ലോകം ഇതുവരെ കാണാത്ത പ്രവൃത്തികൾ. അത് ലോകത്തില്ലത് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ഇമ്മെഷറബിൾ ആ ഒരു, നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലോ. പേരൻസ് സ്നേഹിക്കുന്നത് പോലെയോ ഫ്രണ്ട്സ് സ്നേഹിക്കുന്നത് പോലെ എന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അവൻ സ്നേഹിക്കുന്ന അൺകണ്ടീഷണൽ ലവ് എന്നല്ല ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാം. ഇന്ന് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ചെറിയൊരു ടേസ്റ്റ് വചനത്തിൽ എഴുതി വെച്ചിട്ട് ബാക്കി നമുക്കിപ്പോ അനുഭവം വിളമ്പിക്കൊണ്ടിരിക്കുക. Hallelujah. Amen. Higher than the mountains and deeper than the sea, wider than the ocean is your love. Oh, higher than the mountains, deeper than the sea, wider than the ocean is your love. Oh, is your love, Jesus, is your love, Jesus. എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞേ, kneel before you, Father, fill me with your love, that I know the height and depth of your love. So I kneel before you, Father, fill me with your love. Oh, Rama, of your love, of your love, Jesus. ഓ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഞങ്ങളെ കേൾക്കുന്നത് ഒരു മിസ്റ്റേക്ക് അല്ല, അറിയാതെ കേൾക്കുന്നതല്ല. എന്തുകൊണ്ടോ അറിയാതെ കണ്ടപ്പം ചുമ്മാ വെച്ചേക്കാമെന്ന് പറഞ്ഞ് കേൾക്കുന്നതുമല്ല. ഇന്ന് ഞങ്ങളുടെ ശബ്ദം, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അവൻ്റെ സ്നേഹത്തിന് നിങ്ങളെ വേണം. അവൻ്റെ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കും. ഓ, ഞാൻ പറയട്ടെ, എന്താളായിക്കോട്ടെ, ഞാനിത് എല്ലാ ആഴ്ചയും പിന്നെയും പറഞ്ഞാലും ഇനിയും ഞാൻ പറയും, എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതം ഏത് രീതിയിലുള്ളതായിക്കോട്ടെ, എവിടെ കിടക്കുമായിരിക്കോട്ടെ, കയ്യിൽ പൈസ ഇല്ലായിരിക്കും, പറയാൻ സ്വഭാവ ഗുണങ്ങളില്ലായിരിക്കും, പറയാൻ ഒരു കുടുംബം ഇല്ലായിരിക്കും, ഈ പറയുന്ന അല്ലെ ഒരു ക്രിസ്ത്യാനി ആയിരിക്കത്തില്ലായിരിക്കും, അല്ലെ ഞാൻ ദൈവത്തിനോട് എങ്ങനെ അടുക്കും, ഞാൻ ഇത്ര എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആളല്ലേ, ഇന്നലെ കൂടെ എൻ്റെ മനസ്സിൽ കൂടെ പോയത് അഴുക്കല്ലേ, ഇപ്പം എൻ്റെ മനസ്സിൽ കൂടെ ചിന്തിക്കുന്ന കാര്യം അഴുക്കല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരോടെല്ലാം ഞാനൊരു കാര്യം പറയാം. ഇന്നത്തെ ദിവസം ഒരു പുതിയ ദിവസമാണ്. ഈ നിമിഷം ഒരു പുതിയ നിമിഷമാണ്. ഇപ്പം ഞാൻ എന്താണോ തീരുമാനിക്കുന്നത്, ഇപ്പം ഞാൻ ആരെ എൻ്റെ ജീവിതത്തിലോട്ട് വേണമെന്ന് ഞാൻ തീരുമാനിക്കുന്നോ, എൻ്റെ യേശുവിനെ എനിക്ക് വേണം എന്ന് ഈ സെക്കൻഡിൽ പറഞ്ഞാൽ, ഇപ്പം തൊട്ട് നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ജീവനാണ്. പഴയതെല്ലാം കഴിഞ്ഞു പോകും. ആ നല്ല പ്രവൃത്തി ഇന്ന് ആരംഭിക്കുന്നവൻ നിങ്ങളുടെ ജീവിതാന്ത്യത്തോളം അതിൻ്റെ അപ്പുറവും ആ നല്ല പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. ഇപ്പം അതുപോലെ ഞാനൊരു ഭയങ്കര ഒരു ലോൺലി ആയിട്ടിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഒക്കെ ഉണ്ട്, കൂടെ കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ഒരു 5 മിനിറ്റ് നിങ്ങൾ മാറിയാൽ ഉടനെ ഭയങ്കരമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ പിന്നെയും നിങ്ങളെ പിടിച്ചിരിക്കുന്നവരോ ആരോണ്ടോ ഞാൻ പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കർത്താവ് പറയാം. ഞാൻ പറയാം, ഇന്ന് വലിയ അത്ഭുതങ്ങൾ നടക്കും. അത് ഞങ്ങളുടെ ഗുണമല്ല, ഇവിടെ നിൽക്കുന്നവരുടെ ഗുണമല്ല. പക്ഷേ യേശുവിൻ്റെ നാമം എവിടെ ഉപയോഗിച്ചാലും അവിടെ സൗഖ്യങ്ങൾ നടക്കും, സമാധാനം വരും, സന്തോഷം വരും, ഉയർച്ച വരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതിൻ്റെ കൂടെ കർത്താവ് ഒരു കണ്ടീഷനും വെച്ചില്ല. അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളാണെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കാണുക.
കൂടെ നടക്കാനും കൂടെ എപ്പോഴും സഞ്ചരിക്കുവാനും അറ്റ്ലീസ്റ്റ് ഒരു കണ്ടീഷനിൽ കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ അത് ലവല്ല. അത് ലവല്ല. അത് കർത്താവിന്റെ പ്രത്യേകത. ആ വചനം എഴുതി അതിനകത്ത് ഒരു കണ്ടീഷനും ഇല്ല. അതിന്റെ തെളിവാ ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും. അതിന്റെ തെളിവാ ഇന്ന് ഞാൻ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഇവിടെ നിന്ന് സൗരന്മാരെല്ലാം പറഞ്ഞ ഇതാ, ഞങ്ങൾക്ക് യോഗ്യതയുണ്ടോ, ഇതിന് കൊള്ളാവുന്നവരാണോ, ആ വിശുദ്ധി ഞങ്ങൾക്കില്ല, ഞങ്ങൾ അങ്ങനെ കൊള്ളാവുന്നവരല്ല. പക്ഷേ കർത്താവിന്റെ വചനമാ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല. ഇത് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സിൽ അങ്ങനത്തെ ചിന്തകൾ വരുവാണോ, ആ ചിന്തകൾ സാത്താൻ കൊണ്ടുവന്നിടുന്ന ആ ചിന്തകൾ ഇന്ന് ദൂരെ എടുത്തു കളഞ്ഞോണ്ട് അതാ തന്റെ വചനം. ടുഡേ ഹി വിൽ നെവർ ലീവ് യു, ഹി വിൽ നെവർ ഫോർസേക്ക് യു. കർത്താവ് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം ഇപ്പോൾ തന്നെ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഇന്ന് ആരാധന സമയത്ത് തന്നെ കാണിച്ചൊരു കാര്യം, ആരോ ബാക്ക് സപ്പോർട്ടിന് വേണ്ടി ബെൽറ്റ് ഇട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ബാക്ക് സപ്പോർട്ടിന് ബെൽറ്റ് ഇട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇന്ന് കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. ഇപ്പോൾ തന്നെ കർത്താവിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ഇപ്പോൾ തന്നെ you lay your hand right now, the name of Jesus is given us healing. ഇന്ന് ആ ബെൽറ്റ് ഊരി നിങ്ങൾ നടക്കുന്ന ആ സാക്ഷ്യം ഞങ്ങൾ കേൾക്കാൻ പോയി. Send us your testimony, be ready. അതുപോലെ തന്നെ ആകാശ് എന്നൊരു പേര് പരിശുദ്ധാത്മാവ് പറയുന്നു. ആകാശ് എന്നൊരു പേര് ഈ മുമ്പേ പറഞ്ഞ പോലെ ഭയങ്കര ചുറ്റുവട്ടത്തെല്ലാം എല്ലാവരും ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എപ്പോഴും ആ ലോൺലി, ഒരു ശൂന്യതയുടെ ഒരു ശൂന്യത അങ്ങനെ അനുഭവിക്കുന്ന ഭയങ്കരമായിട്ട് ഇന്ന് ജീവിതം വരെ അവസാനിപ്പിച്ചാലോ എന്ന് പലതവണ ചിന്തിച്ച ആകാശ് എന്ന് പേരുള്ള ഒരാളെ യേശു കാണിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. ഒരു പേരൻസ് ആരാണ്ടാ കേൾക്കുന്നത്, ഒരു ആൻറ്റി ആണെന്ന് തോന്നുന്നു. അവരുടെ മക്കൾ ഈ ഡ്രഗ്സിനോ ആൽക്കഹോളിനോ അടിമപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത് 1-2 തവണ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവിട്ടു. എന്നിട്ടും ശരിയാകാതെ ഭയങ്കര പ്രശ്നമായിട്ട് വിഷമിച്ച ഒരു ആൻറ്റി കേട്ടോണ്ടിരിപ്പുണ്ട്. ഇന്ന് ഈ നിമിഷം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് വി ആർ ക്യാപ്ചേർഡ് ബൈ ഹിസ് ലവ്. ആ സ്നേഹത്തിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് ആ സ്നേഹം ആ മോൻ്റെ മേൽ വരാൻ പോവാ. ഇന്ന് ഈ നിമിഷം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ മോൻ ഇത് കേൾക്കുന്നില്ല, ആ ആൻറ്റിയാ കേൾക്കുന്നത്. ആ മോൻ ഇരിക്കുന്നിടത്ത് യേശുവിന്റെ സ്നേഹം ഇറങ്ങി വരും. അല്ലേ, ഒരു ലിമിറ്റേഷൻസ് ഇല്ലല്ലോ ദൈവത്തിന്റെ സ്നേഹത്തിന്. കർത്താവിന്റെ സ്നേഹത്തിന് പരിധികളില്ല. സ്നേഹം കുടുംബ പാരമ്പര്യം നോക്കാറില്ല. സ്നേഹത്തിൽ അപ്പു സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം എപ്പോഴും പറയായിരുന്നു. അപ്പു ഇങ്ങനെ എല്ലാം നടക്കുമ്പോഴും അപ്പുവിന്റെ അമ്മ എന്നും രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും. കൂടുതലൊന്നും പറയത്തില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കാണുന്ന കാര്യങ്ങളെ അറിയത്തുള്ളൂ, പക്ഷേ നമ്മൾ കാണാത്തടത്ത് നമ്മുടെ ഓരോ പ്രാർത്ഥനയും വലിയ ഇമ്പാക്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞാൻ സദൃശവാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 10-ാം അധ്യായം മുഴുവൻ എഴുതിയിരിക്കുന്നത് നീതിമാന്മാരുടെ മേൽ അനുഗ്രഹം ഇരിക്കുന്നു, നീതിമാന്മാരുടെ അധരങ്ങളാൽ അനേകർ അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ ആരും നീതിമാന്മാരാകാൻ പ്രാർത്ഥിച്ചില്ല, നമ്മൾ ആരും നീതിമാന്മാരാകാൻ റൈച്ചസ് ആകാൻ നമ്മൾ ആരും ശ്രമിച്ചില്ല. പക്ഷെ തന്റെ സ്നേഹം ശ്രമിച്ചാലും നടക്കത്തില്ല. പക്ഷെ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്ലാൻ നോക്കിയേ, അവൻ സ്നേഹിച്ചവരെ വിളിച്ചവരെ തെരഞ്ഞെടുത്തവരെ നീതീകരിച്ചു. ഇന്നും കർത്താവിന്റെ സ്നേഹം അതുപോലെ ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കുറവുണ്ട്, എൻ്റെ ജീവിതത്തിൽ ബലഹീനതകളുണ്ട്. എൻ്റെ യേശുവിനെ അറിയാം കുറവുകളുണ്ട്, എൻ്റെ യേശുവിനെ അറിയാം ബലഹീനതകളുണ്ട്. എന്നാലും ആ യേശു വിളിക്കുകയാണ്. ആ യേശു വിളിച്ച് തെരഞ്ഞെടുത്ത് സ്നേഹിച്ച് തന്നോട് കൂടെ നടത്തുവാൻ, തൻ്റെ കൂടെ ഈ ലോകത്തിൽ യേശുവിനോട് കൂടെ യാത്ര ചെയ്യാൻ റെഡിയാണ്. ഈ ലോകത്തിൽ ആ കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് പൗലോസ് പറയുന്ന പോലെ ഐ ആം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രിസണർ, കർത്താവിന്റെ സ്നേഹത്തെ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ഈ സമയം തന്നെ ആ കണ്ണുകൾ അടച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിച്ചുകൊണ്ട് താങ്ക് യു ജീസസ്. അഡിക്ഷൻസിനാൽ ഭാരപ്പെടുന്നവരോട് ഞാൻ പറയാം, എനിക്കിത് നിർത്തണം എന്ന് എത്ര കൂടുതൽ നമ്മളായിട്ട് ശ്രമിക്കുന്നു അത്രയും കൂടുതലായിട്ട് അത് വരത്തേ ഉള്ളൂ. പക്ഷേ എന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ യേശുവേ, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒരു സാധനത്തിനും നിന്റെ മേൽ അഡിക്ഷൻ ഇടാൻ പറ്റത്തില്ല. എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ഒന്നും നിൽക്കത്തില്ല. ഇന്ന് ആരോടാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓ റമാഖ, അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ഭാരപ്പെടുന്ന ഒരാൾ എന്നെ കേൾക്കുന്നു. എന്ത് അഡിക്ഷനും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓ ഞങ്ങളെ കേൾക്കുന്ന ഒരു സിസ്റ്റർ, യങ് ഗേൾ, യു ആർ ടേക്കിംഗ് ടാബ്ലറ്റ്സ് ഫോർ യുവർ ഹെഡേക്ക്.
ഇന്ന് തലവേദനയ്ക്ക് വേണ്ടി യു ആർ ടേക്കിംഗ് പിൽസ്, ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുക. കർത്താവിൻ്റെ സ്നേഹം ഇന്ന്, ആ സ്നേഹത്തിൽ സൗഖ്യമുണ്ട്, ആ സ്നേഹത്തിൽ വിടുതലുകളുണ്ട്, ആ സ്നേഹത്തിൽ ജീവിത രൂപാന്തരങ്ങളുണ്ട്. ഇന്ന് ആ സ്നേഹത്തിൽ ഉയർച്ചയുണ്ട്, ആ സ്നേഹത്തിൽ സാമ്പത്തിക വിടുതലുണ്ട്. ഇന്ന് അവൻ്റെ സ്നേഹത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആ സ്നേഹത്തിന്റെ നദി, എനിക്കറിയാം ഈ സ്റ്റുഡിയോയിൽ നിന്നും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും ഇന്ന് രാജ്യങ്ങളെ ക്രോസ് ചെയ്ത് ഇന്ന് കർത്താവിന്റെ സ്നേഹം ഇന്ന് അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഓ താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ഓ എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന, 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 അങ്ങേക്ക് ആരാധന, 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 അങ്ങേക്ക് ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ, സ്വന്തമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. അവന്റെ മാർവിൽ ഒന്ന് ചാരികേ. സ്വന്തമേ, അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ഓ ആരാധന, 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 അങ്ങേക്ക് ആരാധന, ആരാധന, ഓ ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. എന്റെ രക്ഷകാ, എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്റെ യേശു മാത്രം മതി എനിക്ക്. Oh, in the name of Jesus we pray right now. അപ്പാ, നിന്റെ വലിയ കൃപ ഇവിടെ ഇറങ്ങി നയിക്കാൻ നന്ദി യേശുവേ. ഓ മൈ ഫാദർ, റാഖലംദേ രേഖേ രേ മനാദേ രേ. ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വേറെ നമുക്ക് ഓൾറെഡി 2-3 അവര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ആ സാഹചര്യത്തിലൂടെ അവർ കടന്നു പോകും. ആമേൻ. ഇന്ന് ഒരു സിസ്റ്റർ റെസ്പോണ്ട് ചെയ്തിരിക്കാം, മൈ സൺ ഇസ് ഇൻ ഡി അഡിക്ഷൻ സെന്റർ. എനിക്ക് ആമേൻ. അതുപോലെ തന്നെ ഇന്ന് പല വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ട് ഇന്ന് അതിന്റെ അത്ഭുതമാണ്, അതിന്റെ വിടുതല്ലേ ആ ദിവസം, അതിന്റെ വിടുതല്ലേ ദിവസം. My father, my father, my father, my father. അപ്പാ, നിന്റെ സ്നേഹം വലുതാപ്പ. യേശുവേ, ഏത് പേര് മീറ്റിങ്ങിനിട്ടാലും അല്ലേ, ലവ് അൺലിമിറ്റഡ് എന്നൊക്കെ ഇട്ടിട്ട് നമ്മൾ പോലും ഉദ്ദേശിക്കാതെ അതിനകത്തോട്ട് വരുമ്പം ഹോളി സ്പിരിറ്റ് എല്ലാം അതിലേക്ക് അങ്ങ് ചേർത്ത് കൊണ്ടുവരിക. Oh, in the name of Jesus we pray. My Father, stretch your hands, my Father. Touch them, my Father. ബ്രദറെ, ഞാൻ ഇവിടെ നിന്ന് കർത്താവ് പറയുമായിരുന്നു, വാസ്തവത്തിൽ ഇപ്പം ഇന്ന് ഉള്ള എല്ലാ പ്രശ്നത്തിൻ്റെയും ഒരു മെയിൻ റീസണാണ് ബ്രദറെ ലാക്ക് ഓഫ് ലവ്.
കാരണം പേരൻസിൽ നിന്ന് കുട്ടികൾക്ക് വേണ്ട ലവ് കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല. അപ്പോൾ അവർ ചിലപ്പം ഈ സ്നേഹം, വെൻ യു ലാക്ക് ഓഫ് ലവ്, നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ഒരു ലാക്ക് വരുമ്പം വാസ്തവത്തിൽ നിങ്ങളത് നിറയ്ക്കാൻ വേണ്ടി ചിലപ്പം ബ്രദർ പറഞ്ഞല്ലോ ഡ്രഗ്സിനായിരിക്കും നിങ്ങൾ ചിലപ്പം അടിമപ്പെടുന്നത്, അല്ല വേണ്ടാത്ത കൂട്ടുകെട്ടിനായിരിക്കും അടിമപ്പെടുന്നത്. പക്ഷേ ഇന്ന് കർത്താവ് പറയുമായിരുന്നു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവനെ രുചിച്ചറിയാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇഫ് യു ജസ്റ്റ് ടു ഫീൽ ഹൂ ഹീ ഈസ്, യേശു ആരാന്ന് എന്നെ കേൾക്കുന്ന സ്പെഷ്യലി TNTസിനോട് മുതിർന്നവരോടൊക്കെ ഞാൻ പറയുക, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനുള്ള ബെസ്റ്റ് മരുന്നാണ് യേശുവിൻ്റെ സ്നേഹം. നിങ്ങളൊരു കാര്യം ഞാൻ ഇതിവിടെ നിന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ പറയുമായിരുന്നു, നമ്മളല്ല അവനെ സ്നേഹിച്ചു പോയേ, അവനാ നമ്മളെ സ്നേഹിച്ചു വന്നേ, നമുക്ക് വേണ്ടിയാ വാസ്തവത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നേ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് നോക്കുക. എന്നെ പരിശുദ്ധ അഞ്ജലി എന്ന് പറയുന്ന ഒരു സഹോദരി, ആ സഹോദരി ശരിക്കും ഒരാഴ്ചയായിട്ട് ആത്മഹത്യ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഫോർ എ 1 വീക്ക്, പാസ്റ്റ് 1 വീക്ക് സഹോദരി ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് പോലും സഹോദരി മനസ്സിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം ഞാനൊരു കാര്യം നിങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് പറയുക, നിങ്ങൾ മരിക്കേണ്ട വരത്തില്ല, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷിയാകും. നിങ്ങൾ ഇതുപോലെ തന്നെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആയിരങ്ങൾക്ക് നിങ്ങൾ യേശുവിനെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ആ സ്നേഹമാവാസം. അതുപോലെ തന്നെ അരുൺ എന്ന് പറയുന്ന ഒരു സഹോദരന് കഴിഞ്ഞ ദിവസം ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, സഹോദരന്റെ കാല് മുട്ട് ഫ്രാക്ചർ ആയിട്ടിരിക്കുക. പക്ഷേ ഇന്നത്തെ മീറ്റിംഗ് കേൾക്കുന്ന സമയത്ത് അരുൺ എന്ന് പറയുന്ന സഹോദരനെ കർത്താവ് സൗഖ്യമാക്കും. നമ്മൾ ഈ മീറ്റിംഗിൽ നമ്മുടെ ബെൻ ബ്രദർ ഇവരൊക്കെ ശുശ്രൂഷിക്കുമ്പോഴും പറയുന്നു, ഞങ്ങൾ സ്നേഹത്തിലാണ് പിടിക്കപ്പെട്ട്. പക്ഷെ നിങ്ങൾ ആ യേശുവിൻ്റെ സ്നേഹം, യേശുവിനെ പറഞ്ഞ് ഗോഡ് ഈസ് ലവ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഏത് ഭാഗം മുറിച്ചാലും അത് സ്നേഹമാണ്. നമുക്ക് സ്നേഹം ഒരു ഫീലാണ്, നമ്മുടെ ഒരു ക്വാളിറ്റിയാണ് സ്നേഹമെങ്കിൽ യേശു ലവ് ഇറ്റ് സെൽഫ്, അവൻ സ്നേഹം തന്നെയാണ്. ആ യേശുവിനെ നിങ്ങൾ രുചിച്ചറിയാൻ തുടങ്ങിയാൽ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ. എന്നെ ഇവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ കാണിച്ചത് ഒരു വ്യക്തിയാണ്, പക്ഷേ പുള്ളി ഗൾഫിലാണ്. ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ മേലാത്ത പോലെ ഒരു സ്ട്രഗിളിൽ നിൽക്കുക പുള്ളി. ഹല്ലേലൂയ. ഇവിടുന്ന് വലിയ പ്രതീക്ഷയോടെ കയറി പോയതാ, പക്ഷേ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ മേലാത്ത പോലെ എന്തോ ഒരു സ്ട്രഗിളിൽ നിൽക്കുക. കർത്താവ് ഇന്ന് വിടുവിക്കുക. ഹല്ലേലൂയ. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും എൻ്റെ കർത്താവ് വിടുവിക്കുക. ഹല്ലേലൂയ. ഇന്ന് വിടുതലുകളുടെ ഉയർച്ചയുടെ ദിവസം. ആമേൻ. കർത്താവിന്റെ സ്നേഹം ഇന്ന് ഉയർത്തി മാനിക്കുന്നത് നമ്മൾ കാണാൻ പോകുക. ലിബിൻ അത് പറഞ്ഞപ്പം തന്നെ, അതുപോലെ തന്നെ ഗൾഫിൽ, അതുപോലെ തന്നെ എനിക്ക് ലോൺ എടുത്ത് ജയിലിൽ പോകേണ്ട പോലെ നിൽക്കുന്ന ആൾക്കാരോട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ നിൽക്കുന്ന ഈ ബ്രദർ ഗൾഫിൽ പോയി അവിടെ എന്നിട്ട് അവിടെ തകർന്നൊരവസ്ഥയിൽ തിരിച്ചിവിടെ വന്നു. ഇവിടെ കർത്താവിന്റെ സ്നേഹം പിടിച്ച് ഉയർത്തി മാനിച്ച ഇവിടെ നിൽക്കുന്നത് അല്ല, അങ്ങനല്ലേ പറയാൻ സംഭവിച്ചത്? ഞാൻ ഗൾഫിൽ പോയി, അവിടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്നെ ഓഫീസ് വർക്കാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചത്. അവിടെ നേരെ സൈറ്റിലോട്ട് പറഞ്ഞു വിട്ടു. പൊള്ളുന്ന ചൂടി ഞാൻ വർക്ക് ചെയ്തു, ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നാൽ കർത്താവ് വലിയൊരു അത്ഭുതം കൊണ്ട് നിറച്ചു. ഹല്ലേലൂയ. ഞാൻ നാട്ടിലോട്ട് തിരിച്ചു വന്നു. ഒത്തിരി സ്ട്രഗിളിൽ പെട്ടു. അല്ല ഓഫീസ് എന്ന പേരിലാണ് പോയത്, പക്ഷെ അവിടെ ചെന്ന് ഞാൻ നേരെ സൈറ്റിലോട്ട് പറഞ്ഞു വിട്ടു. അവിടുന്ന് മൊത്തം ഒത്തിരി പേരുടെ കൂടെ എന്നെ അവിടുന്ന് മാനിച്ചു, നാട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തന്നു. കർത്താവ് എന്നെ മാനിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് അങ്ങനെ ഉയർത്തി മാനിക്കുന്ന ദിവസം ഇന്ന് അനേക ഭവനങ്ങളിൽ. താങ്ക് യു ജീസസ്, താങ്ക് യു ഫാദർ. ഇതുപോലെ ആരാണ്ട് ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നവരോ ഉറങ്ങാൻ ഹൈ ഡോസ് ടാബ്ലറ്റ്സ് ഒന്നെണ്ണമല്ല നിങ്ങൾ എടുക്കുന്നത്. ഒരു ദിവസം രാത്രി 2-3 എണ്ണം എടുത്താലും നിങ്ങൾക്കൊരു 1 മണിക്കൂറിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അത്ര ടാബ്ലറ്റ്സ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത്, ഇന്ന് ഈ സ്നേഹം വന്നു കഴിയുമ്പോൾ ഇന്ന് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും. ഇന്ന് ഈ സ്നേഹം വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്കിതൊരു ഉറപ്പല്ല, ഞങ്ങൾ ഒരു നടന്നേക്കാം, ഒരു ചാൻസ് അല്ല ഞങ്ങൾ പറയുന്നത്, നടന്നിരിക്കും. അതിൻ്റെ ഓരോ എക്സാമ്പിൾസാണ് ഞങ്ങളിവിടെ ഓരോരുത്തരും നിൽക്കുന്നത്. ആ സ്നേഹം ഇന്ന് ഞങ്ങളിവിടെ നിന്ന് പറയുന്നത് എത്രമാത്രം റിയൽ ആണോ അതിലും ഒത്തിരി മേലെ റിയലായി യേശു എന്ന് പറയുന്നത്. ആ സ്നേഹത്തിലായി കഴിഞ്ഞാൽ പിന്നെ എന്നെ അതിൽ നിന്ന് അകറ്റാൻ മറ്റൊന്നിനും പറ്റത്തില്ല. അതുപോലെ യേശു സ്നേഹിക്കുന്നത്. ഞാൻ ലോക അന്ത്യത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നല്ലേ യേശു. ആമേൻ. ഇന്നിവിടെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ഞാൻ പറയാത്ത ഇനി ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് തൊട്ടിരിക്കും. ഹല്ലേലൂയ. എന്ത് വിഷയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഇവിടെ പറഞ്ഞതാവാം, പറഞ്ഞാത്തതാവാം. ഇവിടെ പറഞ്ഞതെല്ലാം ഞങ്ങൾ മനുഷ്യരാ, ഞങ്ങളിലൂടെ പറഞ്ഞതേ ഉള്ളൂ.
പക്ഷെ അതിൻ്റെ അപ്പുറമാണ് യേശുവിൻ്റെ സ്നേഹം, അതിൻ്റെ അപ്പുറമാണ് യേശുവിൻ്റെ കാരുണ്യം, അതിൻ്റെ അപ്പുറമാണ് യേശുവിൻ്റെ റീച്ച് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പറയാനോ പറ്റുന്നതിൻ്റെ അപ്പുറം നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ ഒരാൾക്കേ കഴിയത്തുള്ളൂ, അത് യേശുവിന് മാത്രമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് യേശു അവരെ തൊടുന്ന കൃപയ്ക്കായി നന്ദി. എന്തു രോഗമായിക്കോട്ടെ, എന്ത് ഭാരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഓ റമ ഖലം ദരേ ഖെരേ മനം ദരേ ഖെരേ ഓ റമ മുൻ പ്രാർത്ഥിച്ചേ യേശുവിൻ്റെ നാമത്തിൽ ബ്രദർ എന്നെ പെട്ടെന്ന് കാണിച്ചാൽ ഒന്ന് കാര്യം എക്സ്ട്രാ പറയുന്നുള്ളൂ. ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഒരുപാട് വിനോവറെ കർത്താവ് സ്നേഹമാണെന്നൊക്കെ അറിയാം, ദേ ഓൾ ന്യൂ ഗോഡ് ഈസ് ലവ്. പക്ഷേ തിരിച്ച് ആ ഒരു സ്നേഹത്തിലോട്ട് പോകാൻ ഒരു പേടിയാണ്. അതായത് എനിക്കും ആ ഒരു അങ്ങോട്ട് കയറാവോ എന്നുള്ളൊരു പേടി, ഗിൽറ്റ് നിൽക്കുന്ന ഒരുപാട് പേരെന്ന് കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു എന്നുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ പാപിയായിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ സ്നേഹിച്ച നല്ല യേശു നിങ്ങളുടെ കുറവ് കണ്ട് ഒരിക്കലും നിങ്ങളെ തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. ആ നല്ല യേശുവിനെ പിതാവെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്ന് വചനം കേൾക്കുന്ന ഈ ശബ്ദത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പിതാവെ കർത്താവ് ഇന്ന് അവർക്ക് വിടുതലിൻ്റെ ദിവസമായിരിക്കും കർത്താവ്. ഇന്നത്തെ ദിവസം ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുവെ ആ എവിടെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ആ മേഖലയിൽ ആ സ്നേഹം ഇറങ്ങട്ടെ കർത്താവേ. നീ സ്നേഹമാണെന്നുള്ള റിയൽ ആ അനുഭവം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ കർത്താവ്. ഈ ആഴ്ചകളിൽ സാക്ഷ്യമായിട്ട് തിരിച്ചു വരട്ടെ കർത്താവ്. യേശു നാം തന്നെ ആമേൻ. യേശുവെ, ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ യേശുവെ അങ്ങ് കാണുന്നുണ്ട്. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്ത് പ്രശ്നത്താലാണോ, അവരുടെ ബലഹീനതയിൽ യേശുവിൻ്റെ ശക്തി തികഞ്ഞു വരും. യേശുവിൻ്റെ ശക്തി തികഞ്ഞു വരും. യേശുവെ, ഇന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് പൂർണ്ണ വിടുതൽ. എന്ത് പ്രശ്നവുമാണ് യേശുവെ അങ്ങ് കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ മേൽ ഒരു അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇപ്പോൾ തന്നെ ആ ബോഡിയൊക്കെ ടെസ്റ്റ് ചെയ്യണം, എന്ത് രോഗമായിക്കോട്ടെ. ഞാൻ പറയട്ടെ, ഇങ്ങനെ ഹീലിംഗ് റൂം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കുമ്പോൾ അന്നേരം മാത്രമല്ല സൗഖ്യം നടക്കുന്നത്. ഇനി മെസ്സേജ് പറയാൻ പോവാണ്, അത് കഴിഞ്ഞ് വെറും വീഡിയോസ് ചിലപ്പം കാണിക്കുമായിരിക്കും. എപ്പം വേണേലും യേശുവിനെ സൗഖ്യമാക്കാം. നിങ്ങൾ എന്താണോ ദേഹത്ത് ചെയ്യാൻ പറ്റാഞ്ഞത് അതൊക്കെ ചെയ്തു നോക്കിയേ, ഇപ്പോൾ തന്നെ ചെയ്തു നോക്കിയേ. ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ അയക്കണം. ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്ത എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം. ഉറപ്പായിട്ടും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ പറയും, യേശു അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. Oh, in the name of Jesus. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. ശിഷ്യരാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ഹല്ലേലൂയ. ഈ ലോകത്തുള്ള ഒരു 98% അല്ല 100% പ്രോബ്ലംസ് മാറാൻ വിശ്വാസികളോടും അല്ലാത്തവരോടും എല്ലാവരോടും ഞാൻ പറയുന്നത്, യേശു ശരിക്കും ജീവനോടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. അത് നമ്മൾ വിശ്വാസത്തിലൊക്കെ വന്നു, വർഷങ്ങളായി, ഒത്തിരി നാളായിട്ട് മീറ്റിങ്ങിന് വരുന്നുണ്ട്. പക്ഷേ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചാൽ, ഞാൻ ശരിക്കും യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഓരോ കാര്യങ്ങളിലും ഞാൻ യേശുവിനെ ആശ്രയിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നുണ്ടോ? കാര്യം യേശുവിനെ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെയുള്ള വാഗ്ദത്തങ്ങൾ സത്യമാണ്. ഒരു കടുകുമണിയുടെ അത്രയും വിശ്വാസമുണ്ടെങ്കിൽ ശരിക്കും ഒരു മല മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ പോകും. അപ്പോൾ എൻ്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുള്ള എന്ത് പ്രോബ്ലവും യേശു ജീവനോടെ ഉണ്ടെങ്കിൽ നിൽക്കുമോ? നിൽക്കത്തില്ല. നീ വാലല്ല, നീ തലയാകും. ഉയർച്ച തന്നെ പ്രാപിക്കും. ആമേൻ. രാജ്യങ്ങൾക്ക് അനുഗ്രഹമാകും. രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും. ലോകത്തിന്റെ സകല കുടുംബങ്ങൾ മുമ്പിലോട്ട് പോകുമ്പം സ്വന്തം ഫ്ലൈറ്റിൽ, സ്വന്തം എയർപോർട്ടിൽ നിന്ന്, സ്റ്റേഡിയത്തിൽ നിന്ന് സ്റ്റേഡിയങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് യേശുവിന്റെ നാമവുമായിട്ട് പോയിരിക്കും. ഇന്ന് ഈ സഹോദരന്മാരെ വിളിക്കുമ്പോൾ, ഞാൻ സാധാരണ ചെയ്യുന്ന എല്ലാ ടോച്ച്മാരെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വർഷിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ യൂത്ത് കൺവെൻഷനിൽ നിന്ന്, സ്റ്റേഡിയത്തിൽ നിന്ന് വർഷിപ്പ് ചെയ്യുന്നത്.
അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, ഇപ്പൊ തന്നെ നോക്കിയാൽ നമ്മുടെ വ്യൂവേഴ്സിനെ നോക്കിയാൽ സ്റ്റേഡിയത്തിന്റെ ഫിസിക്കലി ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ, അതുണ്ട്. അല്ലേ, ആൾക്കാർ കേട്ടോണ്ടിരിക്കുന്നേ. ഒരു സ്റ്റേഡിയത്തിന്റെ ആൾ ഇപ്പോഴേ ഉണ്ട്. പല രാജ്യത്ത് നിന്ന് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ കേൾക്കുന്നത്, ഇത്രയും പേര് കേൾക്കുന്നത്, ലോകത്തിന്റെ ഓരോ സൈഡിൽ നിന്നും നമ്മളെ കേട്ടോണ്ടിരിക്കുക. ഈ സമയം തന്നെ ഞങ്ങൾ കേൾക്കുന്ന ടോർച്ച് ബെയറേഴ്സ്, നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിൽ നിങ്ങൾ ഈ സമയം വിളിച്ചു പറഞ്ഞ് അവിടെ ഓരോ രാജ്യങ്ങളിൽ വി വിൽ ഗ്യാദർ ഇൻ സ്റ്റേഡിയംസ് പാക്ഡ് ഫോർ ജീസസ്. ആമേൻ. കർത്താവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ആരാധിക്കുന്ന നിങ്ങൾ ഈ സമയം കണ്ടേ. ഹല്ലേലൂയ. ഇത് സംഭവിക്കാൻ പോവുക. ഇന്ന് നമ്മുടെ കൂടെ ഇവിടെയുള്ള ടോർച്ച് ബെയറേഴ്സ് മാത്രമല്ല, നമ്മുടെ കൂടെ ടോർച്ച് ബെയറേഴ്സ് സൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അഡ്വൈത ദുബായിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ സിസ്റ്റർ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിലുണ്ടായ സം അമേസിങ് എൻകൗണ്ടേഴ്സ് ഇന്ന് റെഡിയായി എന്ന് നോണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന എൻകൗണ്ടേഴ്സ് ഒക്കെ ഡോക്ടർ അഡ്വൈത, പ്രൈസ് ഗോഡ്, വി ആർ ഓൾ റെഡി, വി ആർ ഓൾ പാക്ഡ് ഇൻ ദ ലവ് ഓഫ് ജീസസ്. Hallelujah. Praise the Lord. Hallelujah. We are ready to hear that amazing encounter. Amen. Hallelujah. Greetings in the name of my Lord and Savior Jesus Christ. And I bring you greetings from my spiritual father and senior pastor Tangu brother. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു മൈ ജീസസ് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. കാരണം എന്റെ കർത്താവിന്റെ നാമത്തിൽ നിൽക്കാൻ കിട്ടുന്ന ഓരോ അവസരവും ഇറ്റ് ഇസ് സോ പ്രഷ്യസ് ഫോർ മീ, ഇറ്റ് ഇസ് പ്രൈസ്ലെസ്. ദർ ഇസ് നത്തിങ് ഐ value more than that. And അതിലും ഉപരിയായിട്ട് ഇന്ന് in this edition of Love Unlimited എന്റെ കർത്താവിന്റെ സ്നേഹം നിങ്ങളോട് പങ്കുവെക്കാനായി എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യത്തിനായി I thank him first. I thank my Jesus. And also as I speak to you today, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലോകത്ത് ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയാതിരുന്നൊരവസ്ഥയില് the reason why I am so excited to share my testimony with you today is because ലോകത്ത് എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാതിരുന്നൊരവസ്ഥയില്, എനിക്ക് പോലും എന്നെ സ്നേഹിക്കാൻ കഴിയാതിരുന്നൊരവസ്ഥയില് എന്റെ യേശു എന്നെ സ്നേഹിച്ചു. ആ വലിയ സ്നേഹം കാരണമാണ് ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒത്തിരി അസുഖങ്ങൾ, ഒത്തിരി രോഗങ്ങളാൽ ഭാരപ്പെട്ട് തികഞ്ഞും ഒരു രോഗിയായി മാറിപ്പോയ ഒരു വ്യക്തിയാണ്. ആ ചെറിയ പ്രായത്തില് ബാക്കി എന്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ, എന്റെ കാര്യങ്ങൾ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്വന്തമായി പോയി ഭക്ഷണം എടുത്ത് കഴിക്കാനോ വെള്ളം എടുത്ത് കുടിക്കാനോ സ്വന്തമായി 2-3 സ്റ്റെപ്പ് നടക്കാനോ പോലും പറ്റാത്ത രീതിയിൽ എന്റെ അവയവങ്ങളെല്ലാം ഓരോരോ ഞാൻ ജസ്റ്റ് മേക്കിംഗ് ഇറ്റ് ഷോർട്ട്, അങ്ങനെ അത്രയും അവസ്ഥയിലായിരുന്ന സമയത്ത് രോഗങ്ങളാൽ പലവട്ടം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോവേണ്ടതായിരുന്നു ഞാൻ. പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി രോഗങ്ങളൊക്കെ എന്റെ യേശു സൗഖ്യമാക്കി. പക്ഷെ അതിനേക്കാളും ഒക്കെ ഉപരി എന്നെ ഏറ്റവും എഫക്ട് ചെയ്തത് എന്നെ ഇമോഷണലി ആയിരുന്നു. എന്റെ മാനസികമായിട്ടാണ് ഞാൻ തകർന്നു പോയത്. എനിക്കിനി ജീവിക്കേണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പായിരുന്നു. കാരണം ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുമ്പോ എന്റെ നെഞ്ചിലെ കത്തി കുത്തി ഇറക്കുന്ന വേദന ഐ റിമെമ്പർ ഇറ്റ് സോ ക്ലിയർ. അതുപോലെ എനിക്ക് വേദനിക്കുമായിരുന്നു. പക്ഷെ എന്റെ യേശുവിന്റെ സ്നേഹം, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലല്ല ജനിച്ചത്, യേശുവിനെ അറിയുന്ന ഒരു കുടുംബത്തിലല്ല ജനിച്ചത്. ആരും എന്നോട് യേശുവിനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഈ യേശു സ്നേഹമാണെന്ന് ഞാൻ കേട്ടിരുന്നു പലയിടത്തു നിന്നും. യേശു സ്നേഹമാണെന്ന് അറിഞ്ഞിരുന്നു. ഈ യേശുവിനെ എനിക്കും വേണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ യേശുവാ എന്റെ ദൈവം എന്ന് ഞാൻ തന്നെ പറയുമായിരുന്നു. എന്നോട് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ യേശുവാ എന്റെ ദൈവം എന്ന് ഞാൻ തന്നെ പറയുമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല എന്റെ യേശുവാ എന്നെ ആദ്യമേ സ്നേഹിച്ചത് എന്റെ യേശുവാന്നും ഞാൻ എന്റെ യേശുവിന്റെ ഉള്ളിലായിരുന്നു എന്നൊന്നും ലോകസ്ഥാപനത്തിന് മുമ്പേ മുതലേ ഞാൻ എന്റെ യേശുവിന്റെ ഉള്ളിലാന്ന് ഞാൻ അന്ന് അറിഞ്ഞിരുന്നിട്ടില്ല. പക്ഷെ എന്റെ യേശു എന്നെ കണ്ടിരുന്നു. ഞാൻ ആ തകർന്ന അവസ്ഥയില് ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാം എന്ന് ഓർത്ത് എനിക്ക് മറ്റൊരു മാർഗമില്ലായിരുന്നു. എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു ഭാരമാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നോട് പലവട്ടം പിശാചും മനസ്സിൽ പറഞ്ഞു, നീ പോയി മരിച്ചുകളെ, നീ പോയി ചത്തുകളയെന്നാ പറഞ്ഞുകൊണ്ടിരുന്ന. സത്യം പറഞ്ഞ നീ പോയി ചത്തുകളെ, നിന്നെ കൊള്ളത്തില്ല. കറുത്ത രൂപങ്ങൾ ഞാൻ കാണുമായിരുന്നു എന്റെ ചുറ്റും നടക്കുന്നത്. പോയി മരിച്ചുകളെ, അവസാനിപ്പിക്കുക. നീ ജീവനോടെ ഇരുന്നാൽ നിന്റെ അച്ഛനും അമ്മയ്ക്ക് ഒരു ഭാരമാണ്. നിനക്ക് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, നിനക്ക് നന്നായി പഠിക്കാൻ പറ്റും, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പഠിച്ചു പോയി, നിനക്ക് ഒരിക്കലും പാസ്സാവാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് കണ്ടം ചെയ്ത് ഞാൻ വെറും ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഐ ട്രൈ ടു കിൽ മൈസെൽഫ്. ഞാൻ എന്നിട്ട് when I went to do that, അതങ്ങനെ ചെയ്യാനായിട്ട് മുന്നോട്ട് പോയപ്പോ in a few seconds my Jesus spoke to me for the first time and ഞാൻ പേടിച്ചിട്ട് I came back and sat in my sofa. അന്നേരം ഞാൻ അറിയുന്നത് ഞാൻ എന്തൊരു വലിയ മണ്ടത്തരവാ ചെയ്യാൻ പോയതെന്ന് അന്നേരം I realized. But even though I realized that it was a big foolishness if I had done that, പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്റെ യേശുവിനോട് ഞാൻ പറഞ്ഞു, യേശുവേ എനിക്ക് ഞാൻ ചെയ്യാൻ പോയത് മണ്ടത്തരം തന്നെ ആയിരുന്നിരിക്കാം, പക്ഷെ ഐ ഡോണ്ട് നോ ഹൗ ടു ലിവ് ഫർദർ. എനിക്ക് എന്നെ പോലും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പോലും എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാവർക്കും ഭാരമായി, എനിക്ക് ജീവിക്കാൻ വയ്യ, എന്റെ ഈ ജീവിതം എനിക്ക് വേണ്ട കർത്താവേ, അതുകൊണ്ടാ എന്ന് ഞാൻ പറഞ്ഞു.
അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതം ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എന്ന് എന്റെ യേശു പറഞ്ഞു. ആ യേശുവിന് വേണ്ടിയാ ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അന്ന് എന്റെ കർത്താവിന് കൊടുത്തതാണ് ഞാൻ എന്റെ ജീവിതം. അന്ന് ആ മറ്റാരുടെയും സ്നേഹം മറ്റാർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ആ ഒരു അവസ്ഥയിൽ എന്റെ യേശു മാത്രമാ എന്നെ മനസ്സിലാക്കിയത്. എന്റെ യേശുവാ എന്നെ സ്നേഹിച്ചത്. എനിക്ക് പോലും എന്നെ സ്നേഹിക്കാൻ കഴിയാതിരുന്ന അവസ്ഥയിൽ, മറ്റെല്ലാവർക്കും ഒരു ഭാരമായി, ആർക്കും ഒരു ഉപകാരമില്ലാത്ത ഒരാളായി ഞാൻ കിടക്കുന്ന അവസ്ഥയിൽ പോലും എന്റെ യേശുവിന് എന്നെ വേണമായിരുന്നു. സിസ്റ്റർ ഒരു കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞത് സിസ്റ്ററിന് പോലും സ്വന്തമായി സ്നേഹിക്കാൻ കഴിയാത്ത, യു ഡിഡ് നോട്ട് ലവ് യുവർ സെൽഫ്. പക്ഷെ ആ സമയത്ത് യേശു പറഞ്ഞ മറുപടിയാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്, നീ എനിക്ക് വിലപ്പെട്ടതാണ്. Yes, amen. Amen. Thank you, Jesus. Yes, continue. And that experience, how did you understand that Jesus is love? And എന്നിട്ട് ഞാൻ മുന്നോട്ട് കർത്താവിലുള്ള ആ ധൈര്യത്തിൽ, ഹി ഈസ് ദ വൺ ഹു ടോൾഡ് മീ, കർത്താവ് എന്നെ എന്റെ ജീവിതം വേണം എന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി ഞാൻ കൊടുത്തു. ഇനി എന്റെ ജീവിതം എന്റെ അല്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് വന്നു. കാരണം എനിക്ക് പോലും വേണ്ടാതിരുന്ന ഈ ജീവിതമാണ് ഞാൻ യേശുവിന്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ എന്ത് വന്നാലും യേശുവിന്റെയാന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ആ ദിവസങ്ങളിൽ ഐ ഹാപ്പൻ ടു റീഡ് ദ ബൈബിൾ. അതിനകത്ത് യേശുവിനെ കുറിച്ച് അറിയാനും, ജസ്റ്റ് എ സെക്കൻഡ്. പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ സാക്ഷി, ഈ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഉറപ്പിച്ചോണം, ഇന്ന് ഈ കേൾക്കുന്ന അനുഭവം, ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് മീറ്റിംഗിൽ തുടക്കം മുതൽ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യം അതാ, എന്നെ കർത്താവ് സ്നേഹിക്കുമോ, എന്നെ യേശു വിടുവിക്കുമോ, എനിക്ക് ആ വിശുദ്ധി ഉണ്ടോ, എനിക്ക് ആ യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇന്ന് ഈ ഡോക്ടർ അദ്വൈതയുടെ സാക്ഷി നിങ്ങൾ കേട്ടതുപോലെ തന്നെ യേശുവിന് നിങ്ങൾ വിലപ്പെട്ടതാണ്. യു ആർ പ്രഷ്യസ് ഫോർ ജീസസ്. യെസ്, കണ്ടിന്യൂ സിസ്റ്റർ. ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിലാണ്. ബട്ട് ദെൻ എനിക്ക് എന്റെ കർത്താവിന്റെ സ്നേഹം പറയാൻ കിട്ടുന്ന ഒരവസരവും ഐ ഡോണ്ട് വാണ്ട് ടു മിസ് ഇറ്റ്. കാരണം ഇന്ന് യേശു ഇല്ലെങ്കിൽ, ഈ സ്നേഹം ഇല്ലായിരുന്നെങ്കിൽ, ഈ ലവ് അൺലിമിറ്റഡ് എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനില്ല. ആൻഡ് ടുഡേ എന്നിട്ട് ഞാൻ ആ യേശുവിലുള്ള ഉറപ്പില്, ഞാൻ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളെ പോലെ എനിക്ക് എക്സാമിന് പോവാനൊന്നും പറ്റിയില്ലായിരുന്നു. For one whole year I was bedridden with all these diseases and all that. എന്നിട്ട് ഞാൻ എന്റെ കർത്താവിനുള്ള ഉറപ്പിൽ മാത്രം, അതായത് ഞാൻ എന്റെ ജീവിതം എന്റെ യേശുവിനാ കൊടുത്തത്, എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ, എനിക്ക് ഒരു അനർത്ഥവും വരാൻ എന്റെ യേശു സമ്മതിക്കത്തില്ല, ഞാൻ തോറ്റു പോകാൻ എന്റെ യേശു അനുവദിക്കില്ല എന്നുള്ള ഉറപ്പിൽ ഞാൻ പോയി എക്സാം എഴുതി. ഫൈനൽ ഇയർ MBBS എക്സാം ആയിരുന്നു. ഫൈനൽ ഇയർ MBBS എക്സാമിന് പഠിക്കാണ്ടൊക്കെ പോയി എങ്ങനെയാന്ന് ഊഹിക്കാലോ. ബട്ട് ദെൻ എന്റെ യേശു എന്നെ ആ എക്സാമിന് പാസ്സാക്കിയത്. എക്സാം വാസ് സോ ടഫ്. എല്ലാവരും ആ എക്സാമിന് എന്റെ കൂടെ പഠിച്ചവരും വളരെ മിടുക്കരായിട്ടുള്ളവർക്കും they couldn't fare well because they depended on their ability. പക്ഷെ ഞാൻ എന്റെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആ എക്സാം എഴുതി. I passed that exam. എന്റെ കർത്താവ് എന്നെ ഒരു ഡോക്ടറാക്കി. എന്നിട്ട് ഞാൻ അന്നും ആ ഒരു സമയത്ത് ഞാൻ ഹെവൻലി ഫീസിലേക്ക് വരുന്നത് വളരെ അത്ഭുതകരമായിട്ട് എന്റെ കർത്താവ് എന്നെ ഹെവൻലി ഫീസിലേക്ക് കൊണ്ടുവന്നു. ഇവിടേക്ക് തന്നെ എന്റെ കർത്താവ് കൈപിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അത്രയും വർഷമായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യ കുടുംബത്തിലല്ല ജനിച്ചതെന്ന് പറഞ്ഞല്ലോ. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാ ദൈവത്തിന് അങ്ങനെ വ്യത്യാസം വരുമോ? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ ദൈവത്തിന് വ്യത്യാസം വരുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം ആകുമോ? പിന്നെ എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിരിക്കണ്ടേ ഈ യേശു? ഈ സ്നേഹം എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആയിരിക്കണ്ടേ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. യേശു എല്ലാവർക്കും ഒരുപോലെ അവൈലബിൾ ആണ്. ദൈവത്തിന് മതമില്ലെന്നും അതുപോലെ തന്നെ എന്റെ യേശു സകല ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണെന്നും തങ്കപ്പയുടെ വായിലൂടെ ഞാൻ കേട്ടു, for God so loved the world. ദൈവത്തെ സ്നേഹിച്ചു യേശു, ലോകത്തെ സ്നേഹിച്ചു ദൈവം എന്ന് I heard. അതായത് God so loved the world. It doesn't say that God loved Christians. It says God loved the world. അതും എനിക്ക് മനസ്സിലായി. ദൈവം ലോകത്തെ സ്നേഹിച്ച സ്നേഹമാണ് യേശു. അതായത് സ്നേഹം ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് അല്ല. ഗോഡ് സോ ലവ്ഡ് ഹെവൻലി ഫീസ്റ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഗോഡ് സോ ലവ്ഡ് ക്രിസ്ത്യൻസ് എന്നൊന്നുമില്ല. പക്ഷെ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്. ദാറ്റ് ടച്ച്ഡ് യു a lot, isn't it? Yes, definitely. That was the biggest question in my mind. മനുഷ്യനല്ലേ ഡിഫറൻസസ് കാണാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് സൗന്ദര്യം കൂടുതലുള്ള ആളെ കാണുമ്പോൾ കൂടുതൽ സ്നേഹം, പൈസ കൂടുതലുള്ള ആളെ കാണുമ്പോൾ കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ ഒരു ജാതി മതത്തിന്റെ ഒക്കെ ബേസിസിലുള്ള ഡിഫറൻസസ് മനുഷ്യനല്ലേ പാടുള്ളൂ. ദൈവത്തിന് അങ്ങനെ പറ്റുമോ? ഇല്ല. പക്ഷെ when I came here I heard he is equally available to anyone who calls to him. വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഒരുപോലെ അവൈലബിൾ ആയി യേശു എന്ന്. മറ്റൊരു there is no big person here. ദൈവത്തിന് ഒരാളേ ഉള്ളൂ. There is only one hero, that is Jesus എന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. ആൻഡ് ഈ യേശുവിലുള്ള ഉറപ്പില് ഐ കണ്ടിന്യൂ ടു ലിവ് മൈ ലൈഫ് ഫോർവേഡ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിച്ച രീതിയിലൊന്നും അല്ല, എനിക്ക് നല്ല രീതിയിലൊന്നും പഠിച്ചല്ല എനിക്ക്
MBBS കിട്ടിയത്. But then in house agency time, he filled me with his wisdom and he made me the number one house agent. അവിടെ ആ ഒരു ടൈമിൽ എൻ്റെ ഉള്ളിൽ ഒത്തിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു, that I cannot be a good doctor. കർത്താവ് പാസ്സാക്കി, but I cannot be a good doctor. But എൻ്റെ കർത്താവ് എനിക്ക് he filled me with his wisdom. Amen. And he made me the best over there. Hallelujah. And തുടർന്നുള്ള ദിവസങ്ങളിൽ I will just make this very short. ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ I was doing my time alone with God. അത് കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് SP ട്രെയിനിങ് ഉള്ള സമയമായിരുന്നു. സോ തങ്കപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യു സിറ്റ് ഇൻ എ മൊമെന്റ് ഓഫ് സ്റ്റിൽനെസ് വിത്ത് ഹിം. അതായത് നമ്മൾ സൈലന്റ് പ്രയറിലായിരിക്കണം, കർത്താവിന് നമ്മളോട് പറയാനുള്ളത് കേൾക്കാനായിട്ട് സൈലന്റ് പ്രയറിലായിരിക്കണം ആഫ്റ്റർ ടൈം അലോൺ വിത്ത് ഗോഡ് എന്ന് പറഞ്ഞു. ആൻഡ് ഐ വാസ് എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ഞാൻ മനസ്സിലൊന്ന് ഓർത്തു, ചിലപ്പോൾ സൈലന്റ് പ്രയറിൽ തിരിച്ച് കർത്താവ് സംസാരിക്കുന്ന തങ്കപ്പയോടൊക്കെ ആയിരിക്കും നമ്മളോട് സംസാരിക്കുമെന്ന് ഓർത്തു. ബട്ട് ദെൻ ഇടയൻ പറഞ്ഞതല്ലേ, ഐ ഒബേഡ് ഇറ്റ് ആൻഡ് ഐ സാറ്റ് ഇൻ എ മൊമെന്റ് ഓഫ് സൈലന്റ് പ്രയർ ആഫ്റ്റർ മൈ ടൈം അലോൺ വിത്ത് ഗോഡ്. And I saw this red rose. യേശു എനിക്കൊരു റെഡ് റോസ് തന്നു. ഒറ്റ മിനിറ്റ് സിസ്റ്റർ, ഒന്നുകൂടെ അത് ക്ലിയർ ചെയ്യാവോ? അതായത് സിസ്റ്റർ സൈലന്റ് പ്രെയർ ആയിട്ട് ഇരുന്നു, and you saw red rose. Yes, Jesus gave you a red rose. He gave me a red rose. Okay, a and what happened? Red rose. And maybe because I love roses a lot, എനിക്ക് അതുകൊണ്ടായിരിക്കാം. And നമ്മുടെ ഇന്നത്തെ Love Unlimited in the announcement, which has a bunch of roses on the announcement. I was so happy to see that. ഒരു റെഡ് റോസ് എനിക്ക് തന്നിട്ട് എൻ്റെ കർത്താവ് എന്നെ നോക്കി ചിരിച്ചു. ആൻഡ് I asked him, ഞാൻ അന്ന് ആ ദിവസങ്ങളിൽ കേട്ടോണ്ടിരുന്നത് റെയിൻഹാർഡ് ബോങ്കയുടെ ശുശ്രൂഷയെ കുറിച്ചായിരുന്നു തങ്കോപ്പ പറയുന്ന കേട്ടോണ്ടിരുന്നത്. ഹൗ ഹി ഇവാഞ്ചലൈസ്ഡ് ആഫ്രിക്ക ബൈ ഫയർ. ഒരു മുഴുവൻ കോണ്ടിനെന്റ് എങ്ങനെ കർത്താവിന് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തിൽ കൊടുത്തു എന്നുള്ളത് ഇറ്റ് പുട്ട് മീ ഓൺ ഫയർ. ശരിക്കും എനിക്കും അതുപോലെ ഐ വാണ്ടഡ് ടു ഡു സംതിങ് ഫോർ ജീസസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ അന്ന് ഞാൻ ഈ പ്രയറിൽ ഇരിക്കുമ്പോൾ എന്റെ മനസ്സ് മുഴുവൻ കർത്താവ് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താ, what do you want to do about me, എന്നെ കുറിച്ച്, what is my calling, what is my purpose, എന്താ ഞാൻ. അതായത് റെഡ് റോസ് തന്ന കർത്താവിനോട് തിരിച്ചുള്ള ചോദ്യം, കർത്താവ് നിനക്ക് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താ, what is my calling, അതായിരുന്നു റെസ്പോൺസ്. യെസ്, കാരണം എന്റെ മനസ്സ് വാസ് പ്രീഓക്യുപൈഡ് വിത്ത് what is my purpose, ഞാൻ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടേ. I was not focusing on his love, I was focusing on what can I do for him. So ഞാൻ എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, why did you create me, this was my question. And he told me, I was expecting something like, I created you so that I can evangelize Africa, I can evangelize America, അങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. But he tells me he created me to love me. Amen. Thank you. I was shocked. He told me this was the exact word. He told me, I created you to love you and to show to the world that you are my beloved. Amen. Amen. Sister, ഇത് കേട്ടോണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത്, കർത്താവ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ആരാധിക്കാനാ, കർത്താവ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ ശുശ്രൂഷ ചെയ്യാനാ, കർത്താവ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഞാൻ ദൈവവേല ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത്, കർത്താവ് നൽകിയതായതുകൊണ്ട് ഞാൻ ദൈവവേല ചെയ്യാം. പക്ഷേ സിസ്റ്ററിനോട് യേശു വന്നു പറഞ്ഞു, അതായത് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നോട് കൂടെ ഇരിക്കാൻ, എന്നെ സ്നേഹിക്കാനാ. Amen. ഞാനപ്പോ കർത്താവ് ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് കർത്താവ് എന്നോട് പറഞ്ഞു, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ തിങ്. എനിക്ക് ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദ ആൻസർ ദാറ്റ് ഹി ക്രിയേറ്റഡ് മീ ടു ലവ് മീ ആൻഡ് ടു ഷോ ടു ദ വേൾഡ് ദാറ്റ് ഐ ആം ഹിസ് ബിലവഡ്. ഇപ്പൊ ആഫ്രിക്കയിൽ പോകേണ്ട, അമേരിക്കയെ കുറിച്ചൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, എന്നോട് കൂടെ ഇരുന്ന് അങ്ങ് എന്നെ സ്നേഹിച്ചാൽ മതി. ജസ്റ്റിൻ പേരെ ഇപ്പം അദ്വൈത പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ തുണ കൊടുക്കും. അപ്പം തൻ്റെ സൃഷ്ടിയിൽ മുഴുവൻ ദൈവം നോക്കി, ഈ മനുഷ്യന് പറ്റിയ തുണ അതിൻ്റെ അകത്തുണ്ടോ, അവിടെ എങ്ങും ഇല്ലാഞ്ഞതുകൊണ്ട് അവൻ്റെ അകത്തുനിന്ന് തന്നെ, കാരണം അവന് ചേരുന്നത് വേറൊന്നും വെളിയിലില്ല. അതുകൊണ്ട് ഹവ്വയുടെ പർപ്പസ് എന്ന് പറയുന്നത് ആദാമിന് കൂട്ടായ്മ കൊടുക്കാം. സോ ആദാമിൻ്റെ അകത്തുനിന്ന് തന്നെ ഹവ്വ എടുത്ത, കാരണം വേറൊന്നും ആദാമിന് ചേരത്തില്ല. ആറ്റം ടു ആറ്റം, മോളിക്കൂൾ സെയിം. അതുകൊണ്ടാണ് ഹവ്വ വെളി വന്നപ്പോൾ ആദാം പറയാ, ഇതെൻ്റെ അസ്ഥിയും മാംസം. എന്നോട് കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ, ഇതുപോലെ തന്നെ ക്രിസ്തുവിന് വേണ്ടിയ മണവാട്ടിയെ തൻ്റെ സൃഷ്ടിയിൽ എങ്ങും കാണാഞ്ഞതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് എന്നെ നിങ്ങളെ എടുത്തിരിക്കുന്നത്.
Amen. വേറൊന്നും ചേരത്തില്ല. Amen. ആറ്റം ടു ആറ്റം മോളിക്യൂൾ സെയിം ആണെങ്കിലേ, Amen. കാരണം സെയിം ആണെങ്കിലേ തുണയാകാൻ പറ്റത്തുള്ളൂ. Thank you, Jesus. ഇന്ന് അദ്വൈതമായിട്ട് പറഞ്ഞു, പലപ്പോഴും ഞാൻ ജസ്റ്റിനെ നമ്മളിങ്ങനെ ആൾക്കാരോട് ചോദിക്കും നമ്മുടെ പർപ്പസ് എന്താ. പലരും പറയുന്നത് സുവിശേഷം അറിയിക്കാനാണ്, കർത്താവിൻ്റെ സാക്ഷിയാണ്. പക്ഷേ സുവിശേഷം അറിയിക്കേണ്ട വന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ പാപത്തിൽ വീണതുകൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് ദൈവം അവനെ സൃഷ്ടിച്ചതിന്റെ പർപ്പസ് ടു ഹാവ് ഫെലോഷിപ്പ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും വേണ്ടി മാത്രമാണ്. ആമേൻ, ആമേൻ. യെസ്, ഡോക്ടർ അദ്വൈത പറഞ്ഞു അതിനകത്ത് and that experience, yes, we want to hear the rest of it. And because I was not convinced with the answer, കാരണം എൻ്റെ മനസ്സിൽ അതല്ലല്ലോ, so because I was not convinced with the answer, I continue to ask him, okay, യേശുവേ, നീ എന്നെ സൃഷ്ടിച്ചത് നിനക്ക് സ്നേഹിക്കാൻ വേണ്ടിയാ, ഞാൻ തിരിച്ചെന്താ ചെയ്തു തരേണ്ടത്? what do I do back for you? That is what I asked him. അപ്പൊ കർത്താവ്, he tells me very simply, കർത്താവിന്റെ രീതി പോലെ തന്നെ as simple as possible, കർത്താവ് എന്നോട് പറഞ്ഞു, love me. What he expects back from me is to love him. Thank you, Jesus. എന്ന് പറഞ്ഞു. And ഞാൻ അന്നേരം കർത്താവിനോട് I was still not convinced. കാരണം ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ എന്നെ സ്നേഹിക്കാൻ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ ചെയ്യുമ്പോ ആത്മാക്കളെ ആര് നേടും? ആത്മാക്കളെ നേടണം എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. So നമ്മള് കർത്താവെ നമ്മളെ സ്നേഹിച്ചിരുന്നാ മതിയോ? ആത്മാക്കളൊക്കെ ആരാ പോയി നേടാൻ പോന്നെ? സോ അപ്പൊ എൻ്റെ അടുത്ത് കർത്താവ് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കും, എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോ തകരുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ നിനക്ക് എന്നെ ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് ശുശ്രൂഷ. ഒരു തകരുന്ന ഒരു വ്യക്തി, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ട അവരോട് എന്റെ സ്നേഹം നിനക്ക് പങ്കുവെക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്ര എഫർട്ട്ലെസ്ലി നടക്കുന്നതാ ശുശ്രൂഷ എന്നാ എന്റെ കർത്താവ് എന്നോട് പറഞ്ഞത്. അതായത് അപ്പൊ ശുശ്രൂഷയുടെ സീക്രട്ട് സ്നേഹിച്ചാ മതി. അതാ പൗലോസ് പറയുന്നത് തന്നെയാ, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുക. പലപ്പോഴും എല്ലാവരും ശുശ്രൂഷിക്കാനാണ് നോക്കുന്നത്. പക്ഷെ ഇന്ന് ശുശ്രൂഷിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാറ്റി സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലത്. യെസ്, ഡോക്ടർ അദ്വൈത. ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞ എവറി സിംഗിൾ ഡേ ഇസ് എ ടെസ്റ്റിമണി ഇൻ മൈ ലൈഫ്. എന്റെ കർത്താവിന്റെ സ്നേഹം എന്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഇന്ന് ഞാൻ ഈ മീറ്റിംഗിന് വേണ്ടി എനിക്ക് എത്രയും പെട്ടെന്ന് കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടും ടുഡേ മോർണിംഗ് ഐ ഹാഡ് എ പേഷ്യന്റ് ഹു ലോസ്റ്റ് ഹിസ് വൈഫ് ആൻഡ് എന്നിട്ട് എന്റെ അടുത്ത് പറയേണ്ടേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടതാ, പക്ഷെ ഡോക്ടർ സംസാരിക്കുമ്പോൾ എനിക്കൊരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഒരു സ്നേഹം. ഞാൻ വീണ്ടും വന്നത് അടുത്തെങ്കിലും വേറെ ക്ലിനിക് ഇല്ലാഞ്ഞിട്ടല്ല, ഡോക്ടറിന്റെ വായിന്ന് ഈ സംസാരിക്കുന്നത് കേൾക്കാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഞാനല്ല, എന്റെ യേശുവാ. ഞാനും ആ പേഷ്യന്റ് പറഞ്ഞു യേശുവിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു, അവന്റെ ലാവണ്യ വാക്കുകൾ. അദ്വൈതയുടെ ഒരു സാക്ഷ്യം ഇങ്ങനെയാ, ഒരു മുഴയുള്ള ഒരാൾ, ഒരു സർജറി കഴിഞ്ഞൊരു ലംബുണ്ടായ ഒരാൾ അടുക്ക വന്നു. സൗരി ഇങ്ങനെ കൈവച്ചു, പിന്നെ ആ ലംബ് അവിടെ കണ്ടില്ല. താങ്ക് യു ജീസസ്. അങ്ങനെ ഒരു സാക്ഷ്യം ഞാൻ ഇന്നിപ്പം നമുക്ക് കാണാം ഡോക്ടർ അദ്വൈത ഡ്യൂട്ടിയിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ ആക്ച്വലി ട്രൈ ചെയ്തു റെക്കോർഡ് ചെയ്ത് അയച്ചു തരാൻ, പക്ഷെ അത് സാധിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഡ്യൂട്ടി ആണെങ്കിൽ എങ്ങനെയാണെന്ന് കൺവീനിയൻസ് നോക്കിയാൽ മതി. ബട്ട് ഷീ കനോട്ട് സ്റ്റോപ്പ് ഹെർസെൽഫ് ഫ്രം സ്പീക്കിംഗ് അബൌട്ട് ജീസസ്. വി ബ്ലെസ് യു ഡോക്ടർ അദ്വൈത. അതിലെന്തെങ്കിലും ഒരു നോട്ടബിൾ കാര്യങ്ങൾ പറയാനുണ്ടോ? വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ജീസസ് ടോൾഡ് യു ടു ലവ് ഹിം? Yes, definitely. Definitely. Adinishesham, my focus has been completely on loving him. I would say the same intimacy that I have with my Jesus when I am inside my chamber with him. Kartavanodu attikkirikkunna samayathu, the same intimacy that I have, I experience the same intimacy and the same joy in my Jesus when I share his love with someone. ഒരാളോട് യേശുവിനെ പറയുമ്പോൾ മിനിസ്ട്രി ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് I love him more. കാരണം എന്റെ നാഥന് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സ്നേഹം ഒന്ന് ബാക്കിയുള്ളവരോട് പറയാനാ. അതും ഞാൻ വന്നിരിക്കുന്നത് മെയിൻ റീസൺ കർത്താവെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആരും പറയും. കാരണം ഈ അത്രമാത്രം യേശു എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ആൻഡ് ഹിസ് ലവ് ഇസ് അൺലിമിറ്റഡ്. നിങ്ങളെ ഉയർത്താൻ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ മാനിക്കാൻ ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും യേശു മാത്രം മതി നിങ്ങൾക്ക് എന്നുള്ളതിനെ പൂർണ്ണ വിറ്റ്നസ്. ഐ ആം ദ വിറ്റ്നസ് ഫോർ ദാറ്റ്. അതിന് സാക്ഷ്യമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. God bless you, Dr. Advaita. We bless you in Jesus' name. ഇന്ന് എല്ലാവരും കരങ്ങൾ ഉയർത്തി. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ കരങ്ങളെ നീട്ടി ഈ സമയം തന്നെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഡോക്ടർ അദ്വൈത അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദുബായിൽ കർത്താവിൻ്റെ സാക്ഷിയായി, കർത്താവിൻ്റെ വിറ്റ്നസ്സായി അവിടെ നിൽക്കുമ്പോൾ ഇനിയും അനേകർ കർത്താവ് രാജ്യങ്ങളിലും അധികാര സ്ഥാനത്തുള്ളവർ ഈ മകളെ കണ്ട് കർത്താവിന്റെ സ്നേഹം രുചിക്കട്ടെ. Yes, Lord, we bless her in Jesus' name. Amen. God bless you. So അവിടുന്ന് നമ്മളെ ടോർച്ച് ബെയർ ജോയിൻ ചെയ്തു, എക്സ്പീരിയൻസ് പറഞ്ഞു. ഞങ്ങളുടെ മെയിൻ ടോർച്ച് ബെയർ എൻ്റെ കൂടെ ഇവിടെ നിൽപ്പുണ്ട്. റോണക് ബെയർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും വിളിക്കുന്ന പോലെ ഹെവൻലി ഫീസ്റ്റ് സ്വന്തം അപ്പോസ്റ്റൽ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അപ്പോസ്തലൻ ഇന്ന്
ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് കേൾക്കുന്ന ടോർച്ച് ബെയറേഴ്സ് എല്ലാം ടുഡേ our life is going to be transformed. You're going to grow even more closer to Jesus. Amen. Amen. Over to you. വേറെ റോണക് ബ്രദറിന് കർത്താവ് കൊടുത്ത ആ ഗാനം ഒന്ന് പാടി തന്നെ നമുക്ക് ആരംഭിക്കാം. നിൻ സ്നേഹം എന്നെ നിൻ സ്നേഹമെന്നെ പിടികൂടി യഥാനേ ആ സ്നേഹക്കടലിൽ എൻ പ്രാണൻ അലിഞ്ഞേ. നിൻ സ്നേഹമെന്നെ പിടികൂടി യഥാനേ ആ സ്നേഹക്കടലിൽ എൻ പ്രാണൻ അലിഞ്ഞേ. വിച്ചാരി ഒരായിരം ദൂരം പോയിടാം നിന്നോട് ചേർന്ന് ഈ ഭൂമി വാടിടാം. നിന്മാവിൻ വിച്ചാരി ഒരായിരം ദൂരം പോയിടാം നിന്നോട് ചേർന്ന് ഈ ഭൂമി വാണിടാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെല്ലാം ഒരിക്കൽ കൂടെ ഒന്ന് അടച്ച് ഇന്ന് പ്രിയ അദ്വൈത സൗരി പറഞ്ഞ പോലെ we have been created to just have fellowship with him. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ ഊണിലും ഉറക്കത്തിലും രാവിലും പകലും എല്ലാം യേശുവിൻ്റെ മാർവോട് ചേർന്ന് ആ സ്നേഹത്തിൻ്റെ ഓരോ ഹൃദയത്തോടൊപ്പം അനുഭവിച്ച് ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ വരുന്നൊരു കാര്യം ഇതായിരുന്നു. യേശു കർത്താവ് തൻ്റെ സ്വന്തം രക്തത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തപ്പോൾ ഞങ്ങളെ ക്യാമ്പിൽ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തല വെച്ചാൽ പേനരിക്കും. അപ്പൊ കർത്താവ് ഇങ്ങനെ നോക്കുക, തൻ്റെ പ്രാണനെ കൊടുത്ത് വാങ്ങിച്ച എന്നെയും നിങ്ങളെ എവിടെ വെക്കണം? യേശു കർത്താവ് തൻ്റെ മാർവ് അങ്ങോട്ട് തുറന്നു, എന്നെയും നിങ്ങളെയും വെക്കാൻ. ആ മാർവിൻ പിളർന്ന ആ മാർവിൻ്റെ ഉള്ളിൽ എന്നെയും നിങ്ങളെയും വെച്ചിരിക്കും. എന്തൊരു സ്നേഹമാണ് എൻ്റെ സഹോദരങ്ങൾ. Can you imagine someone came to this world 2000 years back just for you? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് എന്നെയും നിങ്ങളെ സ്നേഹിച്ച്, ഈ 2021 കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെ സ്നേഹിച്ച് ഒരാൾ ഈ ഭൂമിയിൽ ഇറങ്ങി നടന്നു, എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു. ഇന്ന് ദിസ് ഇസ് ലിമിറ്റ്ലെസ് ലവ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ സ്നേഹത്തിനും എത്ര നിസ്വാർത്ഥമാണെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു ചെറിയ സ്വാർത്ഥത കാണും. പക്ഷെ എൻ്റെ യേശുവിൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ, ഒട്ടും സ്വാർത്ഥതയില്ല. ഞാനും നിങ്ങളും കർത്താവിനെ സ്നേഹിക്കുമോ എന്നറിയത്തില്ല, നമ്മൾ കർത്താവിനെ അറിയുമോ എന്നറിയത്തില്ല. അതിനൊക്കെ മുമ്പേ വന്ന് നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു. ഇനി ഒന്നും പ്രതീക്ഷിക്കാതെ ഇനി ഒന്നിലും കിട്ടുമോ? ഹല്ലേലൂയ. ക്യാൻ യു ഇമാജിൻ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. ഇവിടെ ഹിന്ദിയിൽ ഒരു മനോഹരമായ ഗാനമുണ്ട്. ഹല്ലേലൂയ. പ്യാർ തോ അന്ധാ ഹൈ വോ ദേഖ് നഹീ സക്താ, ലവ് ഇസ് ബ്ലൈൻഡ്. എൻ്റെ നിങ്ങളുടെയും കുറവുകളൊന്നും കർത്താവിന് കാണാൻ പറ്റത്തില്ല. ആൻഡ് ലവ് ഇസ് മാഡ് എന്നാണ് അതിൻ്റെ അടുത്ത ലൈൻ വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അദ്ദേഹം പാടിയ പാട്ടാണ്, നമ്മുടെ ഷെല്ലൻ ബംഗാലി. എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ്. എൻ്റെ കർത്താവ് വേണ്ടി ആ സ്നേഹം വെച്ച് നോക്കുമ്പോഴത്തേന് ശരി, ഈ ലോകത്തിലും അല്ലേ ചിലം കൊണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളുടെ അവസ്ഥയൊന്നും നോക്കത്തില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കർത്താവ് ഒന്നും നോക്കാതെ, ഹല്ലേലൂയ, ഇനി നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ആ സ്നേഹം. ഞാൻ ഇന്ന് കർത്താവ് എന്ത് ഞാൻ പറയണം? ഇന്ന് പ്രിയ ജസ്റ്റിൻ ബാർ ഇന്നലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇതാണ് പേര്. തങ്കുറാർ ഇന്നലെ രാത്രി പറഞ്ഞു ലിമിറ്റ്ലെസ് ലവ്. എന്ത് പറയും? സ്തോത്രം. അപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു വാക്യം, ഈ ലോകത്തിൽ ഏറ്റവും അധികം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് യോഹന്നാൻ 3:16. എന്നാൽ ഞാൻ അതിനോട് ഒന്നുകൂടെ ചേർക്കുകയാണ്, 1 യോഹന്നാൻ 3:16. ഹല്ലേലൂയ. യോഹന്നാൻ 3:16 ചെടിയാണെങ്കിൽ അതിൻ്റെ മണ്ണിനടിയിലെ വേരെന്ന് പറയുന്നത് 1 യോഹന്നാൻ 3:16. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞാൻ ഇന്ന് നമ്മുടെ സഹോദരന്മാരോട് പറയായിരുന്നു,
ഈ ലോകത്തിൽ ഒരു വ്യക്തി ഒരു പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ ആ വ്യക്തി ഒരു തകർച്ചയിലേക്കാണ് പോകുന്ന, ഒരു വിഷയത്തിലേക്കാണ് പോകുന്നെങ്കിൽ കൂടെ നിൽക്കുന്നവർ സാധാരണ മനുഷ്യർ അവരെന്ത് ചെയ്യുന്നറിയാമോ? എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടും. ഇങ്ങനെ അടുത്തുനിന്ന് എങ്ങനെയും ഒന്ന് അവിടെ ആ രംഗത്ത് നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പാടുപെടും. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി പ്രാണനെ വെക്കാനാണ് പാടുപെട്ടത്. ഹല്ലേലൂയ, ആമേൻ. ആ വാക്യം കണ്ണുമ്പുറാറ് കിട്ടിയോ? 1 യോഹന്നാൻ 3:16. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി സജീവൻ അർപ്പിച്ചിരിക്കുന്നത്. യേശു ഇങ്ങനെ പറഞ്ഞു, യേശു എനിക്ക് വേണ്ടി. സ്തോത്രം. ആ കരം ഒന്ന് നെഞ്ചത്ത് വെച്ച് പറഞ്ഞു. നിങ്ങൾ ആ ചങ്കിൻ്റെ അവിടെ കരം വെക്കുമ്പോൾ നിങ്ങളുടെ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു സാധനം പിടയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ? യേശുവിനോട് പറയാം, അതെ ഈ പിടയ്ക്കുന്നതിനേക്കാളും എനിക്ക് സ്നേഹം നിന്നോടാണ്. ഇതിൻ്റെ അകത്ത് പിടയ്ക്കുന്നതിനേക്കാളും എൻ്റെ ഈ പിടയ്ക്കുന്ന ചങ്കിനേക്കാളും എനിക്ക് സ്നേഹം നിന്നോടാ യേശുവേ. ഹല്ലേലൂയ. പറയാണ് യേശു. വായിച്ചു. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചിരിക്കുന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കും. ഹല്ലേലൂയ. യേശു തൻ്റെ ജീവനെ, തൻ്റെ പ്രാണനെ എനിക്ക് വെച്ച് തന്നതിനാലാ ഞാൻ സ്നേഹം എന്താന്ന് അറിഞ്ഞത്. ഹല്ലേലൂയ. അവൻ തൻ്റെ പ്രാണനെ, ഞാൻ അവനെ അറിയുന്നതിന് മുമ്പ്, ഞാൻ ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് തൻ്റെ പ്രാണനെ എനിക്ക് വേണ്ടി വെച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഇന്നലെ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു, നാളെ ഈസ്റ്റർ ആണ്. ഇതിൻ്റെ മധ്യത്തിൽ ഒരു ശനിയാഴ്ചയുണ്ട്. ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും ഗുഡ് ഫ്രൈഡേ അറിയാം, എല്ലാവർക്കും ഈസ്റ്റർ അറിയാം. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ശനിയാഴ്ചയുണ്ട്, ആരും അറിയാത്തൊരു ശനിയാഴ്ച. നമുക്കറിയാം കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അപ്പോസ്തലരുടെ 1-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അവൻ കഷ്ടം അനുഭവിച്ചതിന് ശേഷം അവർക്ക് പ്രത്യക്ഷനായി. എന്നാൽ ഞാൻ ആംപ്ലിഫൈഡ് ബൈബിൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, ഹിസ് സഫറിങ് ഇൻ ദ ഗാർഡൻ ആൻഡ് ഓൺ ദ ക്രോസ്. ലോകം മുഴുവൻ കണ്ടത് ക്രൂശിൻ്റെ മുകളിലുള്ള അവൻ്റെ കഷ്ടാനുഭവമാണ്. എന്നാൽ അവനെ പ്രണയിക്കുന്നവർ മാത്രം കണ്ട അവൻ്റെ കഷ്ടാനുഭവമാണ് ഗതസമനയിൽ. യേശു കർത്താവ് ക്രൂശിൽ നിദ്ര പ്രാപിക്കുകയാണ്. ശാരീരിക മരണത്തെ നിദ്ര എന്നാണ് പറയുന്നതെങ്കിൽ യേശു മരിച്ചത് ക്രൂശിലല്ല. മരണമെന്ന് പറയുന്നത് കർത്താവ് ദൈവവുമായിട്ടുള്ള വേർപാടാണ്, ആത്മീയ മരണമാണ്. അതിൻ്റെ കർത്താവിന് സംഭവിച്ചത് ഗതസമനയില്ല. അവിടെ അവൻ ഒരു അടി പോലും ഏറ്റില്ല, അവിടെ ആരും അവനെ ഉപദ്രവിച്ചില്ല. പക്ഷേ അവൻ രക്തം വിയർക്കാൻ തുടങ്ങി. യേശു കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് എൻ്റെ കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് ആവശ്യപ്പെട്ടില്ല. എന്നാൽ ഗതസമനയിൽ ആ രക്തം വിയർക്കുമ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കർത്താവ് ഇങ്ങനെ വെച്ചു, എൻ്റെ കൂടെ ഉണർന്നിന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഭവിച്ച ഏറ്റവും വലിയ വേദന ക്രൂശിലായിരുന്നില്ല, അത് ഗതസമനയിലായിരുന്നു. പിതാവുമായിട്ട് സെപ്പറേറ്റഡ് ആകാൻ, ആത്മീയ മരണം അനുഭവിക്കാൻ പോവുക. ഞാൻ ഓർക്കാൻ നമ്മുടെ സഹോദരന്മാർ ഇന്നിവിടെ ആരാധിച്ചപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം രുചിച്ചറിഞ്ഞ നാൾ മുതൽ ഇനി ആ സാന്നിധ്യം ഇല്ലാത്ത ഒരു നിമിഷം, ഒരു മീറ്റിംഗ് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ലോകസ്ഥാപനം മുതൽ പിതാവിൻ്റെ മാർവിലിരുന്ന പുത്രൻ പിതാവിൽ നിന്നുള്ള വേർപാട് എങ്ങനെ സഹിക്കും? എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കർത്താവിൻ്റെ ചങ്ക് പളന്നത് അവിടെയാണ്. അതുകൊണ്ട് അവൻ്റെ രക്തം വിയർത്തത് കർത്താവിനെ സഹിക്കാവുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. അതുകൊണ്ട് യേശു ആ മുറിവേക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ ആഗ്രഹിച്ചില്ല. കർത്താവ് പിതാവിനോട് വേറൊന്നും യേശു ചോദിച്ചില്ല, ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, പിതാവേ ഈ വേർപാടൊന്ന് മാറ്റി തരാമോ? ബാക്കി എന്ത് ഞാൻ സഹിച്ചോളാം, പക്ഷേ അങ്ങേ എന്നുള്ള വേർപാട് എനിക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെ സ്നേഹിച്ച യേശു അതുകൂടെ സഹിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വാക്യം വായിച്ചല്ലോ, അവൻ തൻ്റെ പ്രാണനെ വെച്ച് തന്നതിനാൽ. ഈ പ്രാണനെ വെച്ച് തന്നെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചെറിയ ചിത്രം ഞാൻ പറയാം. ഒരു വീട്ടിൽ ഒരപ്പൻ കുറേ ചോക്ലേറ്റുമായിട്ട് മോൻ്റെ അടുക്കൽ ചെന്നു. ഈ മോൻ്റെ കയ്യിലോട്ട് ചോക്ലേറ്റ് കൊടുത്തപ്പോൾ 2 തരം ചോക്ലേറ്റ് ഉണ്ട്. ഇവന് ഏറ്റവും ഇഷ്ടമുള്ളതും ഇച്ചിരി ഇഷ്ടം കുറഞ്ഞതും. ഇത് രണ്ടും കൂടെ ഇങ്ങനെ 2 കൈ വെച്ച് ഇവൻ കഴിക്കാനായിട്ടൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് അയലക്കത്തെ കൊച്ചറിയാതെ കയറി വന്നത്. ഉടനെ അപ്പൻ ഇങ്ങനെ പറഞ്ഞിടാ, ഒരെണ്ണം അവന് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏതായിരിക്കും അവൻ കൊടുക്കുന്നത്? അതിന് ഏറ്റവും ഇഷ്ടമുള്ളത് പതുക്കെ ഇങ്ങനെ ഒതുക്കിയിട്ട് ഇഷ്ടം കുറഞ്ഞത് കൊടുക്കും. ഇതുപോലെ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസരം വന്നു. ഒരു കരത്തിൽ അവൻ്റെ സ്വന്തം പ്രാണൻ, മറുകരത്തിൽ ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ യേശു ചെയ്തത് എന്താണെന്നറിയാമോ? എന്നെയും നിങ്ങളെയും മാർവോട് ചേർത്തിട്ട് അവൻ തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തു. കാരണം സ്വന്തം പ്രാണനേക്കാൾ അധികമായി എന്നെയും നിങ്ങളെയും അവൻ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ സ്നേഹിക്കാൻ ആർക്കാ പറ്റുന്നേ? പ്രിയപ്പെട്ടവരെ സ്തോത്രം. അങ്ങനെ യേശു കർത്താവ് ആ ഗതസമനയിൽ താൻ രക്തം വിയർക്കുമ്പോൾ, ഞാൻ ഇന്ന് പ്രിയ തങ്കുറാറ് ആ ശനിയാഴ്ചയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് കടന്നുപോയ വേദന, ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ അകത്തും 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് അകത്തെ മനുഷ്യൻ, പുറത്തെ മനുഷ്യൻ.
ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ തൻ്റെ പുറമേയുള്ള മനുഷ്യനിൽ നമ്മുടെ രോഗസൗഖ്യത്തിനുമായി കർത്താവ് അടികൊണ്ടു. നമ്മുടെ പാപത്തിന് വേണ്ടി അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. നമുക്ക് വേണ്ടി അവൻ ദരിദ്രനായി. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പാപമായിരുന്നു. ആ പാപത്തെ വഹിച്ചുകൊണ്ട് യേശു കർത്താവിൻ്റെ അകത്തെ മനുഷ്യൻ, സ്തോത്രം, എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ് ലേഖനം, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം കണ്ടപ്പോൾ ഒന്ന് വായിക്കാമോ? അവരെ നശിപ്പിക്കേണ്ടതിന്, എഫേസ്യർ 4:8. അവരെ നശിപ്പിക്കേണ്ടതിന് ശൂഷനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പ് അവൻ അവന്റെ കയ്യിൽ കൊടുത്തു. എഫേസ്യർ 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം പറയാണ്, അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതിൻ്റെ 9-ാമത്തെ വാക്യം പറയാണ്, കയറി എന്നതിനാൽ കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. യേശു കർത്താവിൻ്റെ പുറമെയുള്ള മനുഷ്യൻ ആ ക്രൂശിൽ കിടക്കുമ്പോൾ, ആ ശരീരം കല്ലറയിൽ ഇരിക്കുമ്പോൾ, യഥാർത്ഥ അകത്തെ മനുഷ്യൻ എവിടേക്ക് പോകുകയെന്നറിയാമോ? ഞാനും നിങ്ങളും പോകണ്ട ആ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. ഒരു കൊടിയ പാപി പോകണ്ട ആ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. എൻ്റെയും നിങ്ങളുടെയും പാപത്തെ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ആ സ്തോത്രം, യഥാർത്ഥ മനുഷ്യൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് പോവുക. എൻ്റെ ഉള്ളിൽ ഇന്നലെ രാത്രി എൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാം, മോനെ, നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വസിക്കുവാൻ അവൻ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി. ഇന്നെന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ വസിക്കുവാൻ അവൻ ഭൂമിയുടെ ഉള്ളറയിലേക്ക് ഇറങ്ങി. അവിടെ പോയി ഇരിക്കുമ്പോൾ ഓർത്തോണം, ദൈവ സാന്നിധ്യമില്ല, പിതാവിനാൽ കൈവിടപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. യേശു കർത്താവ് അവിടെ ഇരിക്കുമ്പോൾ ഒരിക്കൽ തങ്കുറാർ ഇങ്ങനെ പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുക. തങ്കുറാർ ഒരിക്കൽ പരിശുദ്ധാത്മാവ് തന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. മരിച്ചവരുടെ ആത്മാക്കൾ, നിത്യമായി കൈവിടപ്പെട്ടു പോയ, ദൈവമായിട്ട് ബന്ധമില്ലാതെ സ്തോത്രം നിത്യമായി കൈവിടപ്പെട്ടു പോയ ആ മരിച്ച അവരുടെ ആത്മാക്കൾ ഇനി ഒരിക്കലും അവിടെ നിന്ന് ആരും മടങ്ങി വന്നിട്ടില്ല. എന്നേക്കുമായി കൈവിടപ്പെട്ടു, എന്നേക്കുമായി നിരാശയിലിരിക്കുന്ന ആ ആത്മാക്കളുടെ മധ്യത്തിലേക്ക് അവരിൽ ഒരുവനായി യേശു കർത്താവ് പോയിരിക്കുക. ഹല്ലേലൂയ. സങ്കീർത്തനം 23 സ്തോത്രം, സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാ പറയുന്നത്, though I walk through the valley of shadow of death, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നാലും എനിക്ക് ഭയമില്ല, നീ എൻ്റെ കൂടെയുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അതേ താഴ്വരയിലൂടെ ആരോരുമില്ലാതെ, ദൈവ സാന്നിധ്യമില്ലാതെ, പിതാവിനാൽ പോലും കൈവിടപ്പെട്ടവനായി എനിക്കും നിങ്ങൾക്കും പകരമായി ഒരുവനെതിരെ ആ ഇരുളറയിലൂടെ, ആ മരണത്തിൻ്റെ താഴ്വരയിലൂടെ യേശു അവിടെ പോയി പിതാവിൻ്റെ സ്തോത്രം സാന്നിധ്യമെല്ലാം വിട്ട് അവിടെ യേശു ഇരിക്കുമ്പോൾ, ഒരു ദൈവാസൻ തൻ്റെ മരണവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ കർത്താവ് തന്നെ വിടുവിച്ചു. ഒരനുഭവം ഞാനിങ്ങനെ കേട്ടു. അദ്ദേഹം പറയുക, യേശു കർത്താവ് തൻ്റെ അടുക്കൽ വന്നിങ്ങനെ പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് പകരമായി ഞാൻ ഇതേ അനുഭവത്തിലൂടെ കടന്നുപോയതാ. അന്ന് ഞാൻ ആ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇരിക്കുമ്പോൾ പിശാചി വന്നിങ്ങനെ യേശുവിനോട് പറയാം, അതെ, ഞാൻ അന്ന് വന്ന് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, ഇതെല്ലാം തരാമെന്ന് പറഞ്ഞതല്ലേ, അന്ന് കേട്ടാൽ പോരായിരുന്നോ? ഇവിടെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതാ കൈവിട്ടിരിക്കുക. ഇനി ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല, പിതാവ് കൈവിട്ടു. നീ എന്നേക്കുമായിട്ട് ഇവിടെ നശിക്കും, അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കും എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, യേശു അതിന് പറഞ്ഞ മറുപടി ഇങ്ങനെയാ. സങ്കീർത്തനം 16:10 യേശു പറയാ, ഇല്ല, എൻ്റെ പ്രാണനെ എൻ്റെ ഉടയവൻ, എൻ്റെ അപ്പൻ ഈ പാതാളത്തിൽ കൈവിടത്തില്ല, തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അവിടെ ഇരുന്നുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനം 16:10 ഒന്ന് വായിക്കാമോ? ഓ രാമശാന്തര. ഇന്ന് ഞാൻ ഇത് പറയുന്നത് എന്തിനാണെന്നറിയാമോ സഹോദരങ്ങളെ? നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ കൈവിടത്തില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അനുവദിക്കത്തില്ല. സഹോദരങ്ങളെ, അങ്ങനെ 72 മണിക്കൂർ യേശു ഒരു പാപി കൊടുക്കേണ്ട വില മുഴുവൻ കൊടുത്തു, യാതനയെല്ലാം അനുഭവിച്ചു. അവസാനം 72 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിതാവ് സ്വർഗത്തിൽ നിന്ന് വിളിച്ചു പറയുക, ഇറ്റ് ഈസ് ഫിനിഷ്. സകല മാനവരാശിക്കും വേണ്ടി കൊടുക്കപ്പെട്ട വില നൽകപ്പെട്ടു കഴിഞ്ഞു. ആ വില നൽകപ്പെട്ടു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് ആ പറഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1:19 പറയുക, സ്തോത്രം, അങ്ങനെ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിച്ചു. അറക്കപ്പെട്ട കുഞ്ഞാടെ അകത്ത് കയറിയ കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, യഹൂദ ഗോത്രത്തിലെ ഗർജിക്കുന്ന സിംഹമായി മാറി. ഹല്ലേലൂയ. പിശാചിന്റെ സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ ആയുധവർഗം വെപ്പിച്ചു. കൊലോസ്യ ലേഖനം 2:14-15 ദൈവവചനം പറയുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യ കോലമാക്കി. ഹല്ലേലൂയ. അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ
പിതാവ് യേശുവിനെ നോക്കി പറഞ്ഞ വാക്ക, യു ആർ മൈ സൺ, ടുഡേ ഐ ഹാവ് ബിഗോട്ടൻ യു. ഹല്ലേലൂയ. മരിച്ചവരുന്ന ആദ്യജാതനായി, ഉയർത്തവരുന്ന ആദ്യജാതനായി. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പറയാം, യേശു കൊടുത്ത ഒരു വിലയുണ്ട്. നമ്മൾ ആരും കാണാതെ കർത്താവ് കൊടുത്ത ആ വില. എന്തിനാ യേശു കൊടുത്തെന്നറിയാമോ? ഇനി ഞാനും നിങ്ങളും അത് അനുഭവിക്കാതിരിക്കാൻ. ഇന്ന് ഞാനിത് പറയുന്നതിൻ്റെ ഉദ്ദേശം പറയാം. ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിലാണോ നിങ്ങൾ എന്നെ കേൾക്കുന്നത്? എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി ഏതറ്റം വരെ വേണേലും പോകും. ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ നിനക്കും എനിക്ക് വേണ്ടി പോയ യേശു കർത്താവ് ഇന്ന് നിങ്ങളുടെ ബാങ്കിലാണോ നിങ്ങളുടെ സാഹചര്യം ഇരിക്കുന്നത്, നിന്റെ ഓഫീസിലാണോ, ഹി വിൽ ഗോ ടു എനി എക്സ്ട്രീം. നിനക്ക് വേണ്ടി കർത്താവ് നിയമം നോക്കത്തില്ല, സാഹചര്യം നോക്കത്തില്ല, അവസ്ഥകൾ നോക്കത്തില്ല. എൻ്റെ കർത്താവ് അതിനകത്ത് കയറി ഇടപെട്ടിരിക്കും. ഹി വിൽ ഡു എനിത്തിങ്, ഹി വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ ഒരു നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രണയം അസ്ഥിക്കകത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കത്തില്ല. അതെ, എൻ്റെ കർത്താവിൻ്റെ അസ്ഥിക്കകത്ത് പിടിച്ചിരിക്കുക. ചില കാര്യത്തിന് വേണ്ടി ആൾക്കാർ ഇറങ്ങി പുറപ്പെടും. നാട്ടുകാർ പറഞ്ഞിരിക്കുക, അങ്ങേര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അതേ, കർത്താവ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. എന്നെ നിങ്ങളെ അനുഗ്രഹിക്കാൻ, എന്നെ നിങ്ങളെ ഉയർത്താൻ. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചെവി വന്ന് പറഞ്ഞു, മോനെ, ചെറിയ വെറും കച്ചയല്ല, നല്ല പൊൻകച്ച കെട്ടി ഇറങ്ങിയിരിക്കാൻ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പിതാവിൽ നിന്ന് വേർപെടാൻ പോലും തയ്യാറായവൻ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചവൻ, അവൻ നിനക്ക് വേണ്ടി പ്രാണനെ വെച്ചതിനാൽ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി പറയണമെന്ന്, പക്ഷേ ഞാൻ പറയട്ടെ, വാക്കുകളെക്കാൾ അതീതമാണ്. യു ക്യാൻ എക്സ്പീരിയൻസ്. ഇത് നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് ഇങ്ങനെ പറയും, കർത്താവേ, ഈ പ്രണയത്തെ ഒന്ന് അനുഭവിക്കുവാൻ എന്നെ സഹായിക്കണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം സ്നേഹത്തിന്റെ അധ്യായമാണ്. അവിടെ അവസാനം പറയുന്ന ഒരു വാക്യമുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും എന്നേക്കും നിലനിൽക്കും, ഇവയിൽ വലുതോ സ്നേഹമാണ്. ദൈവം വിശ്വാസമാണെന്ന് പറഞ്ഞിട്ടില്ല, ദൈവം പ്രത്യാശയെന്ന് പറഞ്ഞിട്ടില്ല, ബട്ട് ഹി ഈസ് ലവ്. അതിൻ്റെ കാര്യം എന്നാണെന്നറിയോ? വിശ്വാസം ഇന്ന് നിനക്കൊരാവശ്യമുണ്ടോ, നീ വിശ്വസിച്ചാൽ മതി, അത് ലഭിക്കും. ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ വിശ്വാസം ഓവർ. പ്രത്യാശ നാളെ, അത് ഇന്നത് നാളെ നടക്കും, അത് ലഭിച്ചു കഴിയുമ്പോഴും അത് തീരും. Faith is for now and hope is for tomorrow, but love is forever. ഇത് ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ അവസാനിക്കത്തില്ല, അത് നിത്യമായി നിലനിൽക്കുന്നതാ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അദ്വൈത സഹോദരി പറഞ്ഞ പോലെ കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവനെ സ്നേഹിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയുടെ അധോഭാഗങ്ങൾ, 1 പത്രോസിൻ്റെ, ഞാൻ വാക്യങ്ങളൊന്നും വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അവിടെ പറയാം, അവൻ പാതാളത്തിൽ ചെന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി യേശു എവിടെയും കയറി ചെല്ലും. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി, സ്തോത്രം, അവൻ്റെ സ്വന്തം മാർവ് അവൻ പിളന്നെങ്കിൽ, ഇന്ന് പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി എന്താ ചെയ്യാത്തത്? ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പറയാം, ഇന്ന് പ്രിയ കണ്ണമ്പ്രയുടെ വിളിച്ച് പറഞ്ഞതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞങ്ങളൊക്കെ ഇതുപോലെ ചിന്തിച്ച ഒരു സമയമുണ്ട്. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം ഞങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കിന്നൊരു കാര്യം നല്ലപോലെ മനസ്സിലായി. അങ്ങനെ ആത്മഹത്യ ചെയ്ത് തീർക്കാൻ മാത്രം വിലയില്ലാത്തതല്ല നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ജീവിക്കാൻ ഒരു യോഗ്യതയോ അർഹതയും ഇല്ലാഞ്ഞ നമുക്ക് ഒരു ജീവിതം ഉണ്ടായത് യോഗ്യതയുള്ള കർത്താവ് ക്രൂശിൽ കയറിയത് കൊണ്ടാണ്. ഇന്ന് ഈ ജീവിതം വിലയില്ലാത്തതല്ല, എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാനുള്ളതാണ്. നിന്നെ കേൾക്കുന്ന എല്ലാ ചെറുപ്പക്കാരോട് ഞാൻ പറയാം, ഹല്ലേലൂയ, സ്തോത്രം. നാളെ ഈസ്റ്റർ, എല്ലാവരും കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി, സ്തോത്രം, അല്ലെ, ഉയർപ്പിൻ്റെ ദിവസം ആഘോഷിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കൊടുത്ത ഈ വിലയൊന്ന് ഓർക്കണം. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി, സ്തോത്രം, എനിക്ക് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാഞ്ഞതാ യേശു നമുക്ക് വേണ്ടി സഹിച്ചത്. ഇന്ന് സഹോദരങ്ങളെ, സ്തോത്രം, ഇന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, ഈ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കാൻ. ഇന്ന് ഇവിടെ മോന് പറഞ്ഞ പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതി ഉയരവും പരിജ്ഞാനത്തെ കവിയുന്നതാ. ഞാൻ പല പ്രാവശ്യം ചോദിച്ചു, കർത്താവെ, എനിക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് എന്ത് യോഗ്യത ഉള്ളത്? ഒരു യോഗ്യതയില്ല. ഇത്ര നല്ലൊരു രക്ഷകനെ കിട്ടാൻ ഒരു യോഗ്യതയില്ല. പക്ഷേ എൻ്റെ യോഗ്യത നോക്കാതെ എന്നെ തേടി വന്നവൻ. ഇന്ന് ഇവിടെ സഹോദരന്മാരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളായിരിക്കുന്ന അവസ്ഥ. ഞാൻ ക്യാമ്പിൽ ഒരു സംഭവം ഓർക്കായിരുന്നു. ഇന്ന് അതുപോലെ ആയിരിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നത് കൊണ്ടായിരിക്കാം. ഒരു മോൻ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞു, കർത്താവിനെ അളവറ്റ് സ്നേഹിച്ചു. അവന് കർത്താവിന് വേണ്ടി ഓടി നടന്ന ഒരു പയ്യനാണ്. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പം അവന് ഈ ലോകത്തിൻ്റെ വഴികളിൽ പോയി, കൂട്ടുകെട്ടായിപ്പോയി. പിന്നെ അവനൊരു കൂട്ടായ്മ കിട്ടാതായി. അങ്ങനെ എന്നാ പറയുന്നത്, കഴിഞ്ഞ നാളെക്കാളും അവസ്ഥ വഷളായി. ജീവിതം തകർന്നു, നിരാശയിലായി. അങ്ങനെ എല്ലാം അവസാനിച്ചെന്ന് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കും. ഒരിക്കൽ കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു TNT ക്യാമ്പ് വന്നു. ആ ക്യാമ്പ് വരുമ്പോൾ ഇവൻ്റെ കൂട്ടുകാരൻ ചെന്ന് ഇവനെ വിളിച്ചു.
ഇവന് ഭയങ്കര മടി വരാൻ. അവസാനം ആ കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് അവൻ ആ ക്യാമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നു, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു. ഇവനൊന്നും പറ്റുന്നില്ല. ഇവൻ ഒരു മൂലയിൽ ഏറ്റവും പുറകിൽ ആ ഭിത്തിയെ ചാരി നിന്ന് അവൻ കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞിട്ട് അവൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ: കർത്താവേ, ഞാൻ നിന്റെ സ്നേഹത്തെ അനുഭവിച്ച് രുചിച്ചവനാ, ഇതെല്ലാം ഞാൻ സത്യമാണെന്ന് അറിഞ്ഞവനാ. പക്ഷെ എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയി, ഞാൻ മനഃപൂർവ്വമായി പോയി. എനിക്ക് പോലും എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. നിനക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവൻ ചോദിച്ചു. ഹല്ലേലൂയ. അവൻ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ കണ്ട കാഴ്ച, യേശു കർത്താവിന് മുമ്പിൽ വന്നു. കർത്താവിന് മുമ്പിൽ നിന്നിട്ട് ഒറ്റ ചോദ്യം അവനോട് ചോദിച്ചു. ആ ചോദ്യം എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. കർത്താവിനോട് ചോദിച്ച ചോദ്യം ഇതാ: കുഞ്ഞെ, നിന്നോട് ക്ഷമിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ നിനക്കുള്ളത്? ആ ഒറ്റ ചോദ്യത്തിന് മുമ്പിൽ അവൻ പൊട്ടിപ്പോയി. പിന്നെ അവൻ പരിശുദ്ധാത്മാവിൽ അങ്ങോട്ട് നിറഞ്ഞു. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, കർത്താവ് അല്ലാതെ നിങ്ങളോട് ക്ഷമിക്കാൻ വേറെ ആരാ ഉള്ളേ? നിനക്ക് വേണ്ടി പ്രാണനെ വെച്ചവന് മാത്രമേ നിനക്ക് നിന്നെ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ രാമശാന്തരാധല. ഇന്ന് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാ. ഒരിക്കൽ ഞാൻ ഇതേ സ്റ്റുഡിയോയ്ക്കകത്തിരിക്കുമ്പോൾ ഞാൻ എൻ്റെ തങ്കുറ എപ്പോഴും പറഞ്ഞ പോലെ, തങ്കുറ തൻ്റെ ബൈബിൾ എടുത്തിട്ട് എപ്പോഴും പറയും, ഇത് യേശുവാ, ഇതെപ്പോഴും തൊട്ടുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ എൻ്റെ തൊട്ടിപ്പുറത്തെ കസേരയിൽ ഈ ബൈബിൾ വെച്ചു. ആ ബൈബിൾ വെച്ച് പെട്ടെന്ന് ഞാൻ അതെടുത്ത് തൂത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദ്യം ചോദിച്ചു. പണ്ട് പത്രോസിനോട് കർത്താവ് ചോദിച്ച ചോദ്യം: നീ ഇവയേക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇവരെക്കാളെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ചോദിച്ചു: മോനെ, നിന്നോട് ആ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യം നിങ്ങളോടാ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിത് പല എസ്പി ട്രെയിനിങ്ങിൽ പലരോട് ചോദിച്ചു. പലരും പറഞ്ഞു, അതേ പത്രോസ് പറഞ്ഞ മറുപടി ഞങ്ങൾ പറയും: കർത്താവെ, എല്ലാത്തിനേക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നത് അങ്ങേക്ക് അറിയാമല്ലോ എന്നെല്ലാം പറയും. എന്നാൽ എനിക്ക് വ്യക്തമായിട്ടൊരു കാര്യം അറിയാം. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, സ്തോത്രം, എൻ്റെ ഉള്ളിൽ ഈ ചോദ്യം വരുമ്പോൾ എൻ്റെ പുറമേയുള്ള ആളല്ല, എൻ്റെ അകത്തെ ആൾ മറുപടി പറയുന്നത് ഒരു കേൾവിക്കാരനെ പോലെ ഞാൻ കേൾക്കുക. ഈ ചോദ്യവും ഉത്തരവും രണ്ടുപേര് പറയുന്നത് ഞാനൊരു കേൾവിക്കാരനെ പോലെ കേൾക്കുക. എനിക്കറിയാം എൻ്റെ പുറമേയുള്ള ആൾ കേൾക്കുക, എൻ്റെ അകത്തുനിന്നൊരു ശബ്ദം വരിക. അകത്ത് നിന്ന് ഒരാൾ പറയുക, ഞാനായിരുന്നെങ്കിൽ എൻ്റെ കർത്താവെ മറുപടി പറയാനൊന്നും നിൽക്കത്തില്ല, ഓടി വന്ന് എൻ്റെ കർത്താവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്, കർത്താവെ, ഇതിൽ കൂടുതൽ വല്ല തെളിവും വേണോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന്? നമ്മുടെ മുമ്പിൽ അല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ വന്ന് കുഞ്ഞുങ്ങളോട് അപ്പം ചോദിക്കും, അല്ലേ, എന്നെ സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചാൽ കൊച്ചെന്ത് ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ മർമ്മം പറഞ്ഞുകൊണ്ട് നിൽക്കുമോ, അതോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇത് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ്. അപ്പോസ്തലന്മാർ കണ്ടതിനേക്കാൾ അപ്പുറം ഒരു ലെവലുണ്ട്. നമ്മൾ ബൈബിളിൽ വായിച്ചതിനേക്കാൾ അപ്പുറം ഒരു ലെവലുണ്ട്. മഗ്ദലക്കാരത്തി മറിയയുടെയും അപ്പുറം ഒരു ലെവലുണ്ട്. കർത്താവിനെ സ്നേഹിക്കാൻ ഇനിയും ഇന്ന് വരെ ലോകത്തിൽ ആരും സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ യേശുവിനെ സ്നേഹിക്കുവാൻ നിങ്ങൾക്കും എനിക്കും ഒരു അവസരമുണ്ട്. അതിനാ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആ ദൈവ സ്നേഹം നിങ്ങളുടെ അകത്തേക്ക് പകരുക. ഇന്നെൻ്റെ പ്രാർത്ഥന ഇതാ. ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ ചെറുപ്പക്കാരോട് പറയാം, ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ളതാണ്. അതെവിടെയെങ്കിലും വെറുതെ സ്വന്തം എറിഞ്ഞു കളയാനുള്ളതല്ല. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ പ്രാണനെ എറിഞ്ഞു കൊടുത്തവൻ, ഇന്ന് വാക്യതല്ലേ, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ യേശു കർത്താവിനെ പിടിക്കാൻ പടയാളികൾ വന്നപ്പോൾ പത്രോസ് ഓടിച്ചെന്ന് ഒരുത്തൻ്റെ കഴുത്തിന് തന്നെയാണ് വെട്ടിയത്, മാറിപ്പോയി, സ്തോത്രം, കാതയിലായിപ്പോയി. എൻ്റെ കർത്താവ് തിരിഞ്ഞ് ഒറ്റ ചോദ്യം, പത്രോസേ, ഞാൻ ബലഹീനനായതുകൊണ്ട്, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് ഇവരെന്നെ കൈവെക്കുന്നതാണോ നീ വിചാരിച്ചത്? ഇപ്പോൾ എൻ്റെ പിതാവിനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ 12 ലഗ്യോൻ ദൂതന്മാർ ഇവിടെ പാളയമറങ്ങും. ഒരു ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 6000 പട്ടാളക്കാരുള്ള ഒരു റോമൻ റെജിമെന്റിനാണ് ലഗ്യോൻ എന്ന് പറയുന്നത്. 72,000 ദൂതന്മാർ ഈ ഭൂമിയിൽ ഇറങ്ങിയാൽ ഒറ്റ മനുഷ്യൻ ഇവിടെ കാണത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് ആ വാക്ക് പറഞ്ഞില്ല. അവൻ തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തു. എൻ്റെ യേശുവിനെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ലായിരുന്നു. എൻ്റെ യേശുവിനെ, സ്തോത്രം, ഹല്ലേലൂയ, പിടിക്കാൻ ആർക്കും പറ്റത്തില്ലായിരുന്നു. എന്നാൽ അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്തോത്രം, യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞു, God so loved the world, ദൈവം തൻ്റെ ഏകപുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞപ്പോൾ ലോകത്തെ എന്നല്ല പറഞ്ഞത്. ഗലാത്യർ 2:20 ടോർച്ച് ബിയറേഴ്സിന്റെ സ്തോത്ര ആധാരവാക്യം തന്നെ അതാ. ഹല്ലേലൂയ, ആ വാക്യം ഒന്ന് വായിക്കാമോ? ഗലാത്യർ 2:20. ഹല്ലേലൂയ, അത് വായിച്ച് വേഗത്തിൽ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഓ, ഇന്ന് യേശുമായിട്ട് ആഴമേറിയ ഒരു പ്രണയബന്ധത്തിലേക്ക്, സ്തോത്രം, ഞാൻ എടുത്തേക്ക് വായിച്ചോണ്ട്, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു,
ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ ഇപ്പോൾ ഞാൻ ശരീരത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് സ്വന്തം കരം നെഞ്ചത്തോട്ട് വെച്ചിട്ട് പറഞ്ഞേ എന്നെ സ്നേഹിച്ച്. ഓ ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞേ എനിക്ക് വേണ്ടി മുഴു ലോകത്തിലെ 800 കോടി ജനത്തെ കണ്ടിട്ടല്ല, എന്നെ സ്നേഹിച്ച്. നിങ്ങൾ ഓർത്ത് നോക്കി, എനിക്ക് വേണ്ടി മാത്രം എന്നെ കണ്ട് സ്വർഗം വിട്ട് വന്നവൻ, എനിക്ക് വേണ്ടി മാത്രം സ്വർഗം വിട്ട് വന്നവൻ എന്നെ സ്നേഹിച്ച്. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ഓ അവിടെ പറഞ്ഞു എന്നെ സ്നേഹിച്ച്, എനിക്ക് വേണ്ടി പറഞ്ഞു എന്നെ സ്നേഹിച്ച്, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ യേശുവിനെ ആരും പിടിച്ചതല്ല, അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ ഞാൻ സ്നേഹമെന്നർത്ഥം. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ കൂടെ പോലും ഞാൻ ഗ്യാരണ്ടിയോടെ പറയാം, നിങ്ങൾ തകരത്തില്ല, തകരാൻ സമ്മതിക്കത്തില്ല. എത്ര വലിയ വിഷയമാണെങ്കിലും തല കളഞ്ഞിട്ട് ഒരാൾ നിന്റെ കൂടെ നിൽപ്പുണ്ട്. അവനെ കടന്നിട്ടല്ലാതെ ഒരു സാഹചര്യവും നിന്നെ സ്പർശിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ആ കണ്ണുകളെ അടച്ച് കർത്താവേ, ആ സ്നേഹത്തെ ഒന്ന് അറിയാൻ എന്നെ ഒന്ന് സഹായിക്കണേ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററിന്റെയും മധ്യത്തിലുള്ള ഈ ശനിയാഴ്ച 72 മണിക്കൂർ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി താൻ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്ത് യേശു എനിക്ക് നിങ്ങൾക്കും പകരക്കാരനായിരുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ, പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അവൻ അവിടെ ഇരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ അവിടേക്ക് ഒരിക്കലും പോകാതിരിക്കുവാൻ എൻ്റെ മരണം ആസ്വദിച്ചവൻ, എനിക്ക് വേണ്ടി മരണത്തെ സ്വയം വരിച്ചവൻ, ഹല്ലേലൂയ, ഒരിക്കലും മരണമില്ലാത്ത ജീവൻ്റെ ഉറവയാകുന്ന ദൈവം ക്രൂശിൽ മരണം അനുഭവിച്ചു. താങ്ക് യു ജീസസ്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു മനസ്സോടെ എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് തകർന്നിരിക്കുന്ന ചെറുപ്പക്കാരനെ കേൾക്കുന്നു. ഒരിക്കൽ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം അനുഭവിച്ചിട്ട് ലോകത്തിലേക്ക് പോയവരെന്നെ കേൾക്കുന്നു. ഇന്നൊരു വലിയ മടങ്ങി വരവർക്കുണ്ടാകട്ടെ. പത്രോസ് അന്ന് പറഞ്ഞതുപോലെ, കർത്താവേ, ഇതിനേക്കാൾ എല്ലാം അധികമായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു പറഞ്ഞ പോലെ, കർത്താവേ സ്തോത്രം, അവർക്കൊരു വലിയ മടങ്ങി വരവുണ്ടാകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആ ചെറുപ്പക്കാരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പുതിയൊരു ആരംഭം കർത്താവേ അങ്ങ് അവർക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം പറയാം. എൻ്റെ ചെറുപ്പക്കാരെ, യൗവനക്കാരെ, ഈ ലോകത്തിന് ഇനി വലുതൊന്നും നിങ്ങൾക്ക് തരാനില്ല. ഈ ലോകത്തിൽ എൻ്റെ കർത്താവിനേക്കാളും വലുതായിട്ട് ഒന്നും നിങ്ങൾക്ക് ലഭിക്കാനില്ല. ഏറ്റവും വലിയ നിധി ലഭിച്ചു കഴിഞ്ഞിരിക്കുക. ആ നിധിയുടെ പേരാ യേശു. ഒന്നുകൂടെ ആർത്ത് വിളിച്ച ആ നിധി എന്ന് വിളിച്ചു പറഞ്ഞാൽ യേശു. ഹല്ലേലൂയ. ആമേൻ. തങ്കവനെ സ്നേഹിച്ചവനെ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ആ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ എത്ര പേർക്ക് ഒരുക്കം? എത്ര പേര് ഒരുക്കമാ? ആമേൻ. ഇന്ന് വിനോദ് പറ ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വിനോദ് പറഞ്ഞ് അനുഗ്രഹിക്കും. നമുക്ക് ഞങ്ങളുടെ അനുഗ്രഹമാ. അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് ഇന്ന് ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം പറയാം. ഈ നിൽക്കുന്ന ദിവസം നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് TNTയുടെ യൂത്ത് ഡയസസ് പാസ്റ്റർ കർത്താവ് വലിയ ദൗത്യത്തിന് വേണ്ടി ടോർച്ച് ബെയറേഴ്സ് എന്ന് നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. ഞങ്ങൾ ചെന്ന് അനുഗ്രഹിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ് വിനോദ് പറയും, ഇനി അനേക ലോകരാജ്യങ്ങളിൽ കർത്താവ് നിന്റെ സ്നേഹം അറിയിക്കുവാൻ യേശു ജീവനോടെ ഉണ്ട്. യേശു സ്നേഹിക്കുക, യേശുവിൽ രക്ഷയുണ്ടെന്ന് അറിയിക്കുവാൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കാൻ കർത്താവ് ഉപയോഗിക്കാൻ നന്ദി. യേശു നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഇന്ന് ഈ സമയം ഞങ്ങൾ ആരാധിക്കാൻ പോയാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ടോർച്ച് ബെയറേഴ്സ് എല്ലാവരും നിങ്ങൾ വിശ്വസിക്കണം, എന്നിലൂടെ ഈ സ്നേഹം ലോകത്തിന്റെ അറ്റത്തോളം ഞാൻ യേശുവിന് വേണ്ടി വെക്കും, ഞാൻ യേശുവിനെ സ്നേഹിക്കും. ആ കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ചോണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം പ്രാണനെ, സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വാങ്ങിച്ച കർത്താവിന് ഞാൻ പറയാം, നമ്മളെ എവിടെ വെക്കണമെന്ന് കർത്താവിന് അറിയത്തില്ല. ഞാൻ പറഞ്ഞേ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തല വെച്ചാൽ പേനരിക്കും, പിന്നെ എവിടെ വെക്കും? സ്വന്തം മാർബിളെന്ന് അതിന്റെ അകത്തോട്ട്. ഹല്ലേലൂയ. അത്രയും സുരക്ഷിതമായ ഒരു സ്ഥലം വേറെ ഇല്ല. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് ജ്വാലിക്കുന്നതാം കണ്ണുകളോടെ ചുട്ടുപഴുത്ത കാലുകളോടെ ജ്വാലിക്കുന്നതാം കണ്ണുകളോടെ ചുട്ടുപഴുത്ത ഇരുവായി തലവാൾ വചനവുമാ നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. ഇരുവായി തലവാൾ വചനവുമാ നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. എഴുന്നേറ്റു വേല ചെയ്യണ, എഴുന്നേറ്റു വേല ചെയ്യണ. ചങ്കുമാരിച്ചെന്നെ സ്നേഹിച്ചവനെ, ഉഴവ് ചൽപോൽ പുറത്താകുന്നവനെ. ചങ്കുമാരിച്ചെന്നെ സ്നേഹിച്ചവനെ, ഉഴവ് ചൽപോൽ പുറത്താകുന്നവനെ. അങ്ങയ്ക്കായി എന്റെ ഉള്ളം തൊഴിച്ചിടുന്നേ. യേശു
യേശുവേ ജീവനെ നീ മതി എനിക്ക്, അങ്ങേയ്ക്കായി എൻ്റെ ഉള്ളം തുടിച്ചിടുന്നേ. ഓ ചങ്കുമറിച്ചെന്നെ സ്നേഹിച്ചവനെ, ഉഴവ് ചൽപോൽ പുറത്താകുന്നവനെ, ചങ്കുമറിച്ചെന്നെ സ്നേഹിച്ചവനെ, ഉഴവ് ചൽപോൽ പുറത്താകുന്നവനെ, അങ്ങേയ്ക്കായി എൻ്റെ ഉള്ളം തുടിച്ചിടുന്നേ. യേശുവേ ജീവനെ നീ മതി എനിക്ക്, അങ്ങേയായി എൻ്റെ ഉള്ളം തുടിച്ചിടുന്നേ. യേശുവേ ജീവനെ മതി എനിക്ക്, അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുമഴുത്ത കാലുകളോടെ, അഗ്നിജ്വാലയ്ക്കൊത്തതാം കണ്ണുകളോടെ, ഉലയിൽ ചുട്ടുമഴുത്ത കാലുകളോടെ, ഇരുവായി തലവാൾ വചനവുമായി നമ്മൾ മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. ഇരുവായി തലവാൾ വചനവുമായി മധ്യത്തിലുലാവുന്നുണ്ട് മനുഷ്യപുത്രൻ. എഴുന്നേറ്റ് വേല ചെയ്യണ, എഴുന്നേറ്റ് വേല ചെയ്യണ. ഓ ശിഖരി കരി കനാരി വരാജാരേ, ശിഖരി കരി കനാ ശിഖരാജാരേ. ഓ വിട്ടോടുത്തൊന്ന് ആരാധിച്ചേ. ശിഖരാരി കനാരി വരാജാരേ, ശിഖരാരി കനാരി വരാബരാ, ശിഖരാരി കനാരി Shikharaja kanari bara bara, Shikharaja kanari, oh Rama Shri Kharaja kanari, oh Yeshua Rama Sambura Rama Rebe, Rikara, oh Rikara, hallelujah, amen, hallelujah. പാടിയ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ചങ്കുപറിച്ചെന്നെ സ്നേഹിച്ചവൻ, ഹല്ലേലൂയ വിചാലി പോലെ. ഈ കർത്താവിനെ വീണ്ടും ഒന്ന് ആരാധിക്കാം. ഇന്ന് ആരാധിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥലം സമയമൊക്കെ ഒന്ന് മറന്നേ, നിങ്ങളുടെ സാഹചര്യമൊക്കെ ഒന്ന് മറന്നേ, ഞാനും എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനെ സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ യേശു എൻ്റെ പാറയാ, എൻ്റെ പരിചയ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാറയാം യേശുവേ, എൻ പരിചയം യേശുവേ, അവൻ എൻ്റെ ഉപനിധിയേ. എൻ പാറയാം യേശുവേ, എൻ പരിചയം യേശുവേ, അവൻ എൻ്റെ ഉപനിധിയേ. ഓ പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നപ്പാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നപ്പാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഓ പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നപ്പാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്നപ്പാ, വീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഓ രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ, ഓ രാജാധിരാജനും കർത്താധികർത്തനും ദേവാദിദേവനുമേ. യേശുവേ, 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 യേശുവേ. ഓ സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങേ ഞാൻ പാടിയിടുവേ. ഓ സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, അങ്ങേ ഞാൻ പാടിയിടുവേ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ലിമിറ്റ് ഉണ്ട്, നമുക്ക് ഇന്ന സമയം വരെ പോകത്തുള്ളൂ. പക്ഷെ ഇന്ന് ആ ഭവനങ്ങളിൽ ഇന്ന് സൗഖ്യമായവർ, ഇന്ന് വിടുതൽ പ്രാപിച്ചവർ, ഇന്ന് ഈ സ്നേഹത്തെ അനുഭവിച്ചവർ
ഈ സ്നേഹത്തിൽ തുടർന്നോണം. ഇന്ന് സാക്ഷ്യങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുമ്പ് ഒരു സാക്ഷ്യം, ഫോൺ അവിടെ ത്രോട്ട് പെയിനായിട്ട് ഭാരപ്പെടുന്ന ഒരു സഹോദരി പൂർണ്ണ സൗഖ്യമായി മീറ്റിങ്ങിനിടയിൽ. അത് മാത്രമല്ല, അനേക സാക്ഷ്യങ്ങൾ, അനേക അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് ടോർച്ച് ബെയറേഴ്സ്, പ്രത്യേകിച്ച് ടോർച്ച് ബെയറേഴ്സിനോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ അനുഭവിച്ച നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, ഡോണ്ട് കീപ്പ് ഇറ്റ് വിത്ത് യു, ഷെയർ ഇറ്റ് വിത്ത് എവ്രി വൺ. ഇന്ന് ഈ ലോകം അറിയണം നമ്മൾ യേശു സ്നേഹിക്കുന്ന, ഈ ലോകം അറിയണം യേശു സ്നേഹം കൊണ്ട് നിറച്ചിരിക്കാൻ. നമുക്ക് ചേർന്ന് നിന്ന് അനുഗ്രഹിക്കാം. നമ്മുടെ 3 മീറ്റിംഗ്സും അറൈസ് ആൻഡ് ഷൈന ഈ ആഴ്ചയായിരുന്നു. അറൈസ് ആൻഡ് ഷൈന 1 year നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. വാട്ട് എ വണ്ടർഫുൾ ജേർണി ദിസ് ഹാസ് ബീൻ. ഈ ഒരു വർഷം മുഴുവൻ പരിശുദ്ധാത്മാവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുവാൻ ഇന്ന് എത്ര മനോഹരമായ ഗാനങ്ങൾ നമ്മളുടെ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് നമുക്ക് നൽകി. അറൈസ് ആൻഡ് ഷൈൻ, അണ്ടർ ദ വിങ്സ്, ഇന്നർ ചേംബർ, ഈ 3 മീറ്റിങ്ങുകളെ ഓർത്തുന്ന കര ഉയർത്തി. അതുപോലെ തന്നെ നാളെ 11 മണിക്ക് നമ്മുടെ ജോയ് ടു ദ വേൾഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അറിയിക്കണം. ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഗ്ലോറിയസ്. എവറി ഡേ എല്ലാ മീറ്റിങ്ങിന് ജോയിൻ ചെയ്യുമ്പോഴും റെഡി ആയി നിന്നോണം. ഇന്ന് ഞാൻ എൻ്റെ യേശുവിനെ ഇനി അനുഭവിക്കും, ഇന്ന് ഞാൻ എൻ്റെ യേശുവിനെ ഇനിയും സ്നേഹിക്കും. എല്ലാ മീറ്റിങ്ങിനും സംഭവിക്കുന്ന ഇതാ, കർത്താവിനെ മുഖാമുഖം കാണുന്ന ആ ദിവസം വരെ ആ സ്നേഹബന്ധം ഇനിയും സ്ട്രോങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലെ, നമുക്ക് ഈ മീറ്റിങ്ങുകളൊക്കെ ചേർന്ന് അനുഗ്രഹിക്കാം. വിനോദ് പറ, ഈ സമയത്ത് ഈ മീറ്റിങ്ങുകളെ ചേർന്ന് അനുഗ്രഹിച്ച ആശീർവാദം പറയും. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലും ഞങ്ങൾക്ക് തന്ന മീറ്റിങ്ങുകൾക്കായി സ്തോത്രം. കർത്താവെ, അപ്പോസ്തലരുടെ 19-ാം അധ്യായത്തിൽ പൗലോസ് കർത്താവെ അവിടെ ദിനം പ്രതി ശുശ്രൂഷിച്ചപ്പോൾ യേശുവിലുള്ള മുഴുവൻ ജനവും സുവിശേഷം അറിയിച്ചെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ദിവാസ്മാലൂടെ ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ലോകം മുഴുവനാണല്ലോ കർത്താവെ, ഇതൊരു വലിയ ദൈവപ്രവൃത്തി, ഇതൊരു ചരിത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വലിയ റിസൾട്ട് ഞങ്ങൾ കാണാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ലോകത്തിൽ 800 കോടി ആത്മാക്കളെയും നേടുവാനായി സ്വർഗീയ വിരുന്നിനെ അങ്ങ് വിളിച്ചതിനായി സ്തോത്രം. അതിനെ ഞങ്ങളുടെ ദൈവാസന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഞങ്ങൾ ചേർന്ന മീറ്റിങ്ങുകൾ അനുഗ്രഹിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ കർത്താവെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടു. അതൊക്കെ അനേക രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എത്തിയിരുന്നു. കർത്താവെ, അങ്ങ് എത്തിപ്പിടിക്കുന്നതിനായി സ്തോത്രം. ആത്മാക്കൾ മുഴുവൻ എൻ്റെ യേശുവിനെ അറിയട്ടെ, എൻ്റെ യേശുവിൻ്റെ സ്നേഹം അറിയട്ടെ. കർത്താവെ, സ്തോത്രത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രിയ തങ്കുറാനെയും റോഡ്ബ്രനെയും എന്നിവരെല്ലാം ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ ബൈബിൾ സ്കൂളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ റീച്ചിനെ മീഡിയ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ജസ്ബ്രനായി പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം കൊണ്ടായിട്ടുള്ള കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. ഇവിടെ കടന്നു വന്ന ഓരോ സൗരങ്ങളെ കർത്താവ് ഇന്ന് ഇടിക്കുന്നു വന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സ്തോത്രം മീഡിയയുടെ അവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. സകല നന്മകളാലും നിറയ്ക്കണം. മഹത്വം അങ്ങേക്ക് തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ, ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ സംബന്ധം സഹവാസം കൂട്ടാനും നാം ഓരോരുത്തരോടും കർത്താവിൽ നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവാസന്മാരോടും കർത്താവിന്റെ പട്ടണമാകുന്ന യെരൂശലേമിന്റെ സമാധാനത്തോടും നമ്മുടെ രാജ്യങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു കർത്താവിന്റെ ജയപിതാവിനെ ആർത്ത് വിളിച്ച് സ്തുതിക്കാം. ഏതു താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ, എൻ കൂടിരുളായാലും ഏതു താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്ന പരിശുദ്ധനേ, രാജാവേ, അങ്ങേ വാഴ്ത്തിയിടുന്ന പാവീരനാം ദൈവമേ, അങ്ങേ നാമിച്ചിടുന്നേ. ഓ പരിശുദ്ധനേ, രാജാവേ,